പുതിയ DGPയുടെ ചെയ്തികൾ ചർച്ച ചെയ്യാം. ന്യൂസ് ആൻഡ് വ്യൂസ് ആരംഭിക്കുകയാണ്. നീ അളന്ന നാഴി കൊണ്ട് നീപ്പെടും എന്ന് തിരുവെഴുത്ത്. അവനോ തന്നെ അളക്കരുതെന്ന് താൻ പറഞ്ഞ അതേ നാഴി കൊണ്ട് അന്യരെ അളന്നു. നിന്റെ യജമാനൻ നിന്റെ കടങ്ങൾ ഒഴിവാക്കി തന്നതുപോലെ നീയും നിന്റെ ഭൃത്യന്മാരുടെ കടങ്ങൾ ഒഴിവാക്കി കൊടുക്കുക എന്നും തിരുവെഴുത്ത്. അവനോ തന്റെ കടങ്ങൾ ഒഴിവാക്കി വാങ്ങിയിട്ട് തന്റെ ഭൃത്യന്മാരുടെ കടങ്ങൾക്ക് കൊള്ളപ്പലിശ വെച്ചു. ഭോഷ്കന്റെ ചെയ്തികൾ അവന്റെ മുതുകത്ത് അടിപോലെ തുടരും. മാതളമരത്തിലെ മാതളം കുരുക്കു. മരോട്ടിക്ക മരത്തിൽ കുരുന്നാൽ ആ മരം മരോട്ടിക്ക തന്നെ. തീർച്ചയായും ഇതാണ് ഇന്ന് ന്യൂസ് ആൻഡ് വ്യൂസ് ചർച്ച ചെയ്യുന്നത്. CK ശശീന്ദ്രൻ MLA, ഭാസുരേന്ദ്ര ബാബു, റിട്ടയർഡ് SP ജോർജ് ജോസഫ്, കോൺഗ്രസ് പ്രതിനിധി PS സലിം, ഒപ്പം മാധ്യമപ്രവർത്തകൻ A സജീവൻ എന്നിവരാണ് നമ്മുടെ ചർച്ചയിൽ സജീവമായി ചേരുന്നത്. ആദ്യം ഇന്നത്തെ സംഭവ വികാസങ്ങൾ കാണാം. പോലീസ് ആസ്ഥാനത്ത് DGP സെൻകുമാർ നടത്തിയ പ്രതികാര നടപടി. താൽപര്യമില്ലാത്ത ഉദ്യോഗസ്ഥരെ തുരുതുരാ സ്ഥലം മാറ്റിയാണ് DGP സെൻകുമാറിന്റെ പ്രതികാര നടപടി. അതീവ രഹസ്യ സ്വഭാവമുള്ള ഫയലുകൾ കൈകാര്യം ചെയ്യുന്ന T വിഭാഗത്തിന്റെ മേധാവി കുമാരി ബീനയെ ഇന്നലെ മാത്രം 2 തവണ സ്ഥലം മാറ്റി. പുറ്റിങ്ങൽ ജിഷ കേസുകളിലെ അന്വേഷണ ഫയലുകൾ വിവരാവകാശ പ്രകാരം ചിലർ ആവശ്യപ്പെട്ടിരുന്നു. സെൻകുമാറിന് വേണ്ടിയായിരുന്നു ഫയലുകൾ ആവശ്യപ്പെട്ടതെന്നാണ് സൂചന. T സെക്ഷനിലെ ഫയലുകൾ വിവരാവകാശ പ്രകാരം നൽകാനാകില്ല. ഫയലുകൾ നൽകില്ലെന്ന ഉറച്ച നിലപാട് ബീന സ്വീകരിച്ചതാണ് പ്രതികാര നടപടിക്ക് കാരണം. ബന്ധപ്പെട്ട സെക്ഷനുകൾ അറിയാതെ DGP നേരിട്ടാണ് സ്ഥലം മാറ്റ ഉത്തരവിൽ ഒപ്പുവെച്ചത്. ആദ്യം അപ്രധാനമായ U ബ്രാഞ്ചിലേക്കും പിന്നീട് SAPയിലേക്കുമാണ് കുമാരി ബീനയെ മാറ്റിയത്. പോലീസ് ആസ്ഥാനത്ത് 10 മാസം മാത്രമാണ് ബീന ജോലി ചെയ്തത്. 3 വർഷമാകാതെ സ്ഥലം മാറ്റരുതെന്നാണ് ചട്ടം. ബീനയ്ക്ക് പകരം സെൻകുമാറിന്റെ വിശ്വസ്തനായ സുരേഷ് G കൃഷ്ണനെ നിയമിച്ചു. പോലീസ് ആസ്ഥാനത്ത് ഫയൽ അനധികൃതമായി പകർപ്പെടുത്തതിന് മുൻ DGP സ്ഥലം മാറ്റിയ ഉദ്യോഗസ്ഥനാണ് സുരേഷ് G കൃഷ്ണ. നിയമന ഉത്തരവുകൾ ഭരണവിഭാഗം ADGPയോ അഡീഷണൽ IGയോ അറിഞ്ഞിട്ടില്ല. ചട്ടപ്രകാരം സ്ഥലം മാറ്റ ഉത്തരവിൽ ഒപ്പുവെക്കേണ്ടത് ഹെഡ്ക്വാർട്ടേഴ്സ് ADGPയാണ്. പോലീസ് ആസ്ഥാനത്തെ 2 സീനിയർ IPS ഉദ്യോഗസ്ഥരുടെ വാഹനം പിൻവലിക്കാനും നീക്കം നടക്കുന്നതാണ് വിവരം. അതേസമയം ചട്ടം ലംഘിച്ചുള്ള കൂട്ട സ്ഥലമാറ്റത്തിൽ പോലീസ് ആസ്ഥാനത്ത് ജീവനക്കാർ കടുത്ത പ്രതിഷേധത്തിലാണ്. MR സജേഷ്, തിരുവനന്തപുരം. മാതളമരത്തിലെ മാതളം പിടിക്കൂ, മരോട്ടിക്ക പിടിച്ചാൽ മരം മരോട്ടിക്കയാണ്. തീർച്ചയായും പുതിയ DGPയുടെ സെൻകുമാറിന്റെ ചെയ്തികൾ ഒരുപക്ഷെ വലിയ വിവാദമാവുകയാണ്. പുതിയ പ്രതിസന്ധികൾ സർവീസ് മേഖലയിൽ മുമ്പോട്ട് വെച്ചാണ് കോടതി വഴി അദ്ദേഹം DGP സ്ഥാനത്തേക്ക് എത്തുന്നത്. 2 വർഷം തികയ്ക്കാതെ പോകുന്ന ഒരു ആൾ എന്ന നിലയിൽ, അല്ലെങ്കിൽ ഉദ്യോഗസ്ഥൻ എന്ന നിലയിൽ മാറ്റപ്പെടുന്നതിലെ അയുക്തിയായിരുന്നു അദ്ദേഹം കോടതിയിൽ പ്രധാനമായും മുമ്പോട്ട് വെച്ചത്. എന്നിട്ട് അതേ സ്ഥാനം ലഭിച്ചതിന് ശേഷം ലോക്നാഥ് ബെഹ്റ ചെയ്ത പല ചെയ്തികൾക്കും ബദലായി കാര്യങ്ങൾ ഒരുക്കുന്നു. 10 മാസമായ ഉദ്യോഗസ്ഥയെപ്പോലും മാറ്റുന്നു. ഇത്തരത്തിലുള്ള നടപടിക്രമങ്ങൾ ചെയ്യുന്നു. ഇതിലെ യുക്തി എന്ത്, ശ്രീ ഭാസുരേന്ദ്ര ബാബു? ഇല്ല, സാധാരണഗതിയിൽ നമുക്കറിയാം അജിംഷാദെ വളരെ തമാശയായിട്ടാണ് ഞാൻ കാണുന്നത്. കാരണം ഒരു ചെറിയ ഹ്രസ്വകാലം കൊണ്ട് വലിയൊരു നീതിമാൻ പട്ടം ഇവിടുത്തെ മാധ്യമങ്ങൾ ചാർത്തി കൊടുക്കുകയുണ്ടായല്ലോ TP സെൻകുമാറിന്. ആ സമയത്തും അദ്ദേഹത്തിന് നീതി നിഷേധിക്കപ്പെട്ടിട്ടുണ്ടാകാം. അതിനുവേണ്ടി അദ്ദേഹത്തിന് കോടതികളിലേക്ക് സഞ്ചരിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. പക്ഷേ അദ്ദേഹം തന്നെ വലിയൊരു നീതിമാനാണെന്നും നീതിമാനാണ് നീതി നിഷേധിക്കപ്പെട്ടത് എന്ന നിലയ്ക്കുമുള്ള ഒരു പിക്ചറൈസേഷൻ, അത്തരം ഒരു ആഖ്യാനം TP സെൻകുമാറുമായി ബന്ധിപ്പിച്ച് അദ്ദേഹത്തിന് വലിയൊരു ഓറ നൽകിക്കൊണ്ട് മനോരമ പോലുള്ള പത്രങ്ങൾ അദ്ദേഹത്തെ തിരിച്ചെടുത്ത സമയത്ത്, അല്ലെങ്കിൽ സുപ്രീം കോടതിയുടെ വേർഡിക്റ്റ് വന്ന സമയത്ത് ഫുൾ സ്കേപ്പുള്ളൊരു ചിത്രം തന്നെ 1-ാം പേജിൽ കൊടുക്കുന്നു. ഈ നിലയ്ക്ക് വില്ലാളി വീരൻ വീരമണി കണ്ഠൻ ഇതാ വരുന്നു എന്ന നിലയ്ക്കായിരുന്നല്ലോ പറഞ്ഞത്. ആ നിലയ്ക്ക് വലിയ ഒരു നീതിമാന്റെ രക്തം ചിന്തരുത്, ഈ നിലയ്ക്കൊക്കെയാണ് പത്രങ്ങൾ ഉദ്ഘോഷിച്ചത്. യഥാർത്ഥത്തിൽ TP സെൻകുമാർ എന്ന് പറയുന്ന ആളാരാണ്? വലിയ അധികാരത്തിൻ്റെ ഇടനാഴികളിൽ ഏറ്റവും ഉത്തുംഗ സ്ഥാനത്തുള്ള അധികാരിയുമായി ചങ്ങാത്തം കൂടി നടക്കുന്ന ഒരാളായിരുന്നു ഇദ്ദേഹം. എനിക്ക് രമേശ് ചെന്നിത്തലയായിട്ട് പരിചയമുണ്ട്. മിക്കപ്പോഴും ഞാൻ ഇദ്ദേഹത്തെ കണ്ടിട്ടുള്ളതും പരിചയപ്പെട്ടിട്ടുള്ളതും രമേശ് ചെന്നിത്തലയ്ക്ക് കാണുന്ന സമയത്തും മാത്രമാണ്. എന്ന് പറഞ്ഞാൽ ആഭ്യന്തരമന്ത്രിയെ അങ്ങോട്ടും ഇങ്ങോട്ടും വിടാതെ അനുധാവനം ചെയ്യേണ്ട കാര്യമൊന്നും ഒരു DGPക്ക് ഇല്ല. അങ്ങനെ കാണുമ്പോൾ ഞാൻ ആലോചിക്കും, ഈ DGPക്ക് മറ്റു പണിയൊന്നുമില്ലേ? കെ കരുണാകരൻ്റെ കാലത്താണ് ചെറുമക്കളെ എടുക്കേണ്ട ഗതികൾ DGPമാർക്ക് വന്നിരുന്നത് കേരളത്തിൽ.
ആ നിലയ്ക്ക് അധികാരത്തിൻ്റെ ഇടനാഴികളിൽ ആഹ്ലാദത്തിമിർപ്പോടെ നടന്ന ടി പി സെൻകുമാറാണ് വലിയ എന്താ പറയുക, അദ്ദേഹത്തിന് വലിയ നീതി നിഷേധം സംഭവിച്ചു എന്ന നിലയ്ക്ക് പോയത്. നമുക്കറിയാം വിൻസെൻ്റ് എംപോൾ അപമാനിതനായി അധികാരത്തിൽ നിന്ന് അസ്തമിക്കുന്ന സമയത്ത് ഈ നീതിമാനിൽ ഒരു ശബ്ദം പോലും കേട്ടില്ല. അപ്പം അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് ഞാൻ പോകുന്നതേയില്ല. ഏതായാലും കൃത്യമായി നീതി നിയമം ഇവ പാലിക്കുകയും നടപ്പാക്കുകയും ചെയ്യുന്ന, ജീവനക്കാരുടെ ഇടയിൽ ധാർമ്മികത വിളംബരം ചെയ്യുന്ന ഒരാളൊന്നുമായിരുന്നില്ല ടി പി സെൻകുമാർ അധികാരത്തിൻ്റെ മുന്നിൽ. അദ്ദേഹം എന്നിട്ടും ഈ 2 വർഷ കണക്ക് പറഞ്ഞ് കോടതികളിലേക്ക് പോയി. അങ്ങനെ വിചാരിക്കുമ്പോൾ ഇനി ഏകദേശം 1.5 മാസം, അത് തന്നെ തികച്ചില്ല, ബാക്കി നിൽക്കെ ശിഷ്ടം കാലമെങ്കിലും നന്നായി ചിരിക്കാം, നന്നായി പ്രവർത്തിക്കാം എന്ന് കരുതാനുള്ള സാമാന്യ മര്യാദയെങ്കിലും അദ്ദേഹം കാണിക്കുമെന്ന് നാം പ്രതീക്ഷിക്കും. അതുമില്ല. ശരിക്കും വൈരനിര്യാതന ബുദ്ധി കഴിഞ്ഞാൽ ആ തൊപ്പിക്ക് വലിയൊന്നും അർത്ഥമൊന്നുമില്ല, അദ്ദേഹം കൽപ്പിച്ചു കൊടുത്തിട്ടുമില്ല ജിംഷാദ് എന്നാണ് പെറ്റിയായ ഈ നിലപാടുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക. ശ്രീ ജോർജ് ജോസഫ്, താങ്കൾ ഒരു റിട്ടയർഡ് SP ആണ്. തീർച്ചയായും നടപടിക്രമങ്ങളെ സംബന്ധിച്ച് താങ്കളോട് പറയേണ്ടതില്ല. നോക്കൂ, പോലീസ് കോൺഫിഡൻഷ്യൽ സൂപ്രണ്ട് ആയിരുന്ന ബീനാകുമാരിയെ ഒരു ദിവസം 2 തവണയാണ് മാറ്റുന്നത്. നോക്കൂ, 9/5/2017 ക്യാമ്പ് നമ്പർ 165/2017 PHQ ഓഫീസ് ഓർഡർ 117 സജീവ് ചന്ദ്രനെ N ബ്രാഞ്ചിൽ നിന്ന് T ബ്രാഞ്ചിലേക്ക് മാറ്റുന്നു. ബീനാകുമാരിയെ T ബ്രാഞ്ചിൽ നിന്നും U ബ്രാഞ്ചിലേക്ക് മാറ്റുന്നു. ഇതേ ബീനാകുമാരിയെ U ബ്രാഞ്ചിൽ നിന്നും പിന്നീട് SAPയിലേക്കും ഒരു ദിവസത്തിനുള്ളിൽ മാറ്റുന്നു. അതിൻ്റെ വൈരാഗ്യത്തിൻ്റെ കാരണമെന്ത്? വൈര്യനിരാധന ബുദ്ധി എന്ന ഒരു നീളൻ വാക്ക് ശ്രീ ഭാസുരേന്ദ്ര ബാബു ഉന്നയിച്ചപ്പോൾ താങ്കൾ ചിരിച്ചു. യഥാർത്ഥത്തിൽ അതിൻ്റെ യുക്തി ഞാൻ പറഞ്ഞുതരാം. പുറ്റിങ്ങൽ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട കേസിൻ്റെ വിവരാവകാശ രേഖ ചോദിച്ചപ്പോൾ അത് നൽകിയില്ല ബീനാകുമാരി എന്ന്, ഞാൻ വരട്ടെ കാണിച്ചു തരാമെന്ന് DGP പറഞ്ഞതായും പറയപ്പെടുന്നു. ആധികാരികമല്ലേ? പറയപ്പെടുന്നു. ഇത്തരത്തിലുള്ള വൈരാഗ്യം വെച്ചിട്ടാണോ ഒരു DGP ഈ സ്ഥാനത്തേക്ക്? എങ്ങനെ? ഞാൻ തുടക്കത്തിൽ ബൈബിളിൻ്റെ വചനം ഉന്നയിച്ചു, അതിൽ പറയുന്നത് പോലെ. ഇല്ല, ഞാൻ സുരേന്ദ്ര ബാബു അദ്ദേഹം പറഞ്ഞ പല കാര്യത്തിനോട് വിയോജിക്കുകയാണ്. മറ്റുള്ള ഒരു ഡിപ്പാർട്ട്മെൻ്റ് മേലധികാരിയെ പോലെ നമ്മുടെ DGPയെ, പോലീസിൻ്റെ മേധാവിയെ കാണരുത്. അത് UDF ആയാലും ശരി, LDF ആയാലും ഏത് സർക്കാർ വന്നാലും ശരി, പോലീസ് മേധാവി ആ ഡിപ്പാർട്ട്മെൻറ്റ് ചുക്കാൻ പിടിക്കുന്നതിന് വളരെയധികം തന്ത്രങ്ങളുണ്ട്. അവിടെ ചില കോൺഫിഡൻഷ്യൽ മാറ്ററുണ്ട്, കോൺഫിഡൻഷ്യൽ അല്ലാത്ത മാറ്ററുണ്ട്, പൊതുജനം അറിയേണ്ട മാറ്ററുണ്ട്, അല്ലാത്ത മാറ്ററുണ്ട്. അപ്പോൾ അവിടെ അദ്ദേഹം വന്ന് ചാർജ് എടുത്താൽ ഏത് DGP ആയിക്കോട്ടെ, എന്ത് അദ്ദേഹത്തെ പറ്റി മോശം അഭിപ്രായം, ഒരു DGP ആയിട്ടൊരു സ്ഥാനത്ത് വന്നിരുന്നാൽ ഏറ്റവും അത്യന്തം ആവശ്യമായിട്ട് കോൺഫിഡൻഷ്യലായ മാറ്റർ കൈകാര്യം ചെയ്യുന്നവരെ തന്നെ അദ്ദേഹത്തിന് തൃപ്തിയുള്ള, വിശ്വാസമുള്ള, സുരക്ഷിതത്വം ഉള്ള, അതാണ് ആവശ്യം. സർക്കാരിനല്ല, ഒരു പോലീസ് സർക്കാരിന്റെ ഈ കാര്യങ്ങൾ ഉദ്യോഗസ്ഥർക്ക് മാത്രമേ ഉള്ളൂ, അത് ഈ DGPക്ക് മാത്രമേ ഉള്ളൂ. ശ്രീ ജോർജ് ജോസഫ്, ഞാൻ ചോദിക്കുന്ന സംശയം, താങ്കളുടെ പ്രതികരണം സമഗ്രമാകാൻ, എന്തുകൊണ്ട് യോഗി ആദിത്യനാഥിനെതിരെ അവിടെ മാറ്റപ്പെട്ട ഉദ്യോഗസ്ഥർക്ക് പോകാനാകുന്നില്ല? ഇവിടെ കേരള നിയമസഭ അംഗീകരിച്ച ഒരു പോലീസ് ആക്ട് നിലവിലുള്ളത് കൊണ്ടാണ്. ഇതേ നിയമസഭയെ മാൻഡേറ്റായി ലഭിച്ച ഒരു ജനകീയ സർക്കാരാണ് അവരുടെ ഭരണത്തിൻ്റെ പുതുക്കലുമായി ബന്ധപ്പെട്ട്, ജനം നൽകിയ വിശ്വാസവുമായി ബന്ധപ്പെട്ട് അഴിച്ചുപണി ചെയ്യുന്നത്. സ്വാഭാവികമായി എല്ലാ സർക്കാരുകളും ചെയ്യുന്നതാണ്. അതിനെതിരെ കോടതിയിൽ പോയി ഇത് വാങ്ങിയ ഒരാൾക്ക് ഇത് ചെയ്യാൻ യുക്തിയും ധാർമ്മികതയുമുണ്ടോ എന്ന ചോദ്യത്തിനാണ് ശ്രീ ജോർജ് ജോസഫ് മറുപടി പറയുന്നത്. പോലീസിനെ ആ രീതിയിൽ കാണരുത് ഒരിക്കലും പോലും. ഞാൻ പറഞ്ഞ കോൺഫിഡൻഷ്യലായ വലിയ നക്സൽ അല്ലെങ്കിൽ അങ്ങനത്തെ കുറേ അധികം അങ്ങനെയുള്ള കാര്യങ്ങൾ, അത് വളരെ പൊതുജനങ്ങൾക്ക് തൽക്കാലം അറിയേണ്ട ആവശ്യമുള്ള കാര്യങ്ങളല്ല. അതൊക്കെ വേറെ ചില അങ്ങനെ കോൺഫിഡൻഷ്യൽ ഒത്തിരി മാറ്റമുണ്ട്. ഇല്ല, ഞാൻ പറഞ്ഞു പറയട്ടെ. പോലീസ് ഡിപ്പാർട്ട്മെന്റിലെ ആ കോൺഫിഡൻഷ്യൽ സെക്ഷനിൽ DGPക്ക് വിശ്വാസമുള്ള ആളെ തന്നെ വെക്കണോ, അതിന് യാതൊരു തടസ്സവുമില്ല. അവിടുന്ന് ഒരു സെക്ഷനിൽ നിന്ന് വേറൊരു സെക്ഷനിലോ വേറൊരിടത്തോട്ടോ മാറ്റിയെന്ന് വിചാരിച്ചുകൊണ്ട് ഒരു പ്രശ്നവും സംഭവിക്കാൻ പോകുന്നില്ല. ഡിസിപ്ലിൻ ഇല്ല ഇവർക്കൊന്നേന്ന് ഞാൻ പറയണത്. കാരണം 3 വർഷം കഴിഞ്ഞ് ആരെ മാറ്റാം? ഈ മാറ്റിയ കുട്ടിയെ തന്നെ ഞാൻ അറിയുന്നത് 10 വർഷമായിട്ട് അവിടെ ഇരിക്കുകയാണ്. ഡൈയിങ് ഇൻ ഹാർനസിൽ വന്ന കുട്ടിയാണ്. 10 വർഷമായിട്ട് അവിടെ ഉണ്ട്. പോലീസ് ഡിപ്പാർട്ട്മെന്റിലെ ഡെപ്യൂട്ടേഷൻ പാടില്ല. ഇല്ലില്ല, ഞാൻ ഈ പറഞ്ഞ ട്രാൻസ്ഫർ കഴിഞ്ഞ് വന്നതാണ്. 10 വർഷമായിട്ട് അവിടെ ഇരിക്കുകയാണെന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. അതല്ല,
മറ്റു ഡിപ്പാർട്ട്മെൻറ്റിൽ ഒരിക്കലും പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ് ഡെപ്യൂട്ടേഷൻ പാടില്ല. കാരണം അത് പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ് ഡിസിപ്ലിനും അഖണ്ഡതയും കാത്തു സൂക്ഷിക്കാനായിട്ട് പല ഡിപ്പാർട്ട്മെൻറ്റിനും അവിടെ വരുന്നുണ്ട്. ഇതൊന്നും പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സ് നല്ലതല്ല. പോളിസി മാറ്റർ തന്നെയല്ല, അതല്ല, അത് DGP ആണ് ഒരു സംസ്ഥാനത്തെ കൊണ്ടുപോകുന്നത്. അത് ഏത് DGP ആയിക്കോട്ടെ ആ രീതിയിൽ പറയുന്നത്. അത് ഇദ്ദേഹത്തിന് വേറെ താല്പര്യം ഉണ്ടായിരിക്കും, അദ്ദേഹത്തിന്റെ ജീവിതാനുഭവം കൊണ്ടായിരിക്കാം അദ്ദേഹം അത് പറയുന്നതെന്ന് ഞാൻ പറയും. അതല്ല, അത് മറ്റു ഡിപ്പാർട്ട്മെന്റിനെ പോലെ ഒരിക്കലും UDF ആയാലും LDF ആയാലും ശരി എല്ലാവരും നിലനിർത്തുന്ന പോലീസിന്റെ ഇമേജ് വെച്ചിട്ടാണ് ഒരു സർക്കാർ നമ്മൾ വിലയിരുത്തുന്നത്. ഇപ്പം വളരെ മോശമായിട്ട് വന്നിരിക്കുകയാണെന്ന് എനിക്ക് തോന്നുന്നു. അത് എന്തോ ആയിക്കോട്ടെ, അവിടെ മീഡിയ സെന്റർ ഉണ്ട്, ഒരിക്കലും പാടില്ല. അത് വേറെ കെട്ടിടത്തിൽ പ്രവർത്തിക്കണം. കാരണം മീഡിയ സെന്ററിൽ പല ആൾക്കാരും വരും, പല അവിടെ പലർക്കും വരാം. അവിടുത്തെ വിവരങ്ങൾ ചോർത്തുന്നുണ്ട്. അത് സുരക്ഷിതത്വം നല്ലതല്ല. ഒരിക്കലും ആ മീഡിയ സെന്റർ അത്യന്താവശ്യം ഈ ഗവൺമെന്റ് മാറ്റണമെന്ന് ഞാൻ പറഞ്ഞു. വേറൊരു ബിൽഡിങ്ങിലോട്ട് മാറ്റണം. എങ്കിൽ ഒരു വലിയ തമാശ കേട്ടോളൂ. ഈ ബീനയെ മാറ്റി അവിടെ നിയമിച്ച സുരേഷ് ജി കൃഷ്ണ ഉണ്ടല്ലോ, ആ സുരേഷ് ജി കൃഷ്ണയെ ബെഹ്റ മാറ്റിയത് തൊട്ട് മുമ്പിലത്തെ DGP, അതായത് പോലീസ് ഫോഴ്സ് എന്ന് പറയുന്നത് ഒന്നാണ്, അതൊരു തുടർച്ചയാണ്. അത് സെൻകുമാറിന്റെ കാലത്ത് പുതിയതായി അല്ലല്ലോ, അത് സംസ്ഥാനത്തിന്റെ താല്പര്യമാണ്. താങ്കൾ നേരത്തെ പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ പകർപ്പെടുത്തു നൽകിയതുമായി ബന്ധപ്പെട്ട് ബെഹ്റ മാറ്റിയ ഉദ്യോഗസ്ഥനാണ് സുരേഷ് ജി കൃഷ്ണ. അയാളെ തിരിച്ചു കൊണ്ടുവരുന്നു. അപ്പോൾ അവിടെ ഒരു DGP മുൻ ചെയ്ത DGPയോട് കാട്ടുന്ന വൈരാഗ്യം നമ്പർ 1. ഇനി അടുത്തത് T സെക്ഷൻ കാര്യം ഞാൻ താങ്കളോട് പറയേണ്ടതില്ല, താങ്കൾ അനുഭവിച്ച ആളാണ്. കോൺഫിഡൻഷ്യൽ, അതീവ കോൺഫിഡൻഷ്യൽ, അതായത് ഇന്റലിജൻസിനോ സെക്രട്ടേറിയറ്റിനോ പോലും ഇല്ലാത്തത്ര ചില പ്രിവിലേജ് അതിനുണ്ട്. അവിടുത്തെ ഒരു രേഖയും ആർക്കും കൊടുക്കേണ്ടതില്ല. പുറ്റിങ്ങൽ ദേവീക്ഷേത്രത്തിലെ സ്ഫോടനവുമായി ബന്ധപ്പെട്ട് നടന്ന രേഖകൾ വിവരാവകാശ പ്രകാരം ചോദിച്ചത് സെൻകുമാറിനെ സഹായിക്കാനാണ് എന്നായിരുന്നു വെയ്പ്പ്. ആ രേഖകൾ നൽകിയില്ല എന്നതിൻ്റെ പേരിലാണ് ബീനാകുമാരിയെ മാറ്റുന്നത്. 10 മാസം തികയാത്ത ബീനാകുമാരിയെ. അങ്ങനെയാണെങ്കിൽ 3 വർഷം തികയാത്ത ബീനാകുമാരിയെ മാറ്റണമെന്ന ചട്ടം അവിടെ ലംഘിച്ചിരിക്കുന്നു. അതല്ല, അത് വേറെ, അത് മറ്റുള്ള പോലീസ് ഡിപ്പാർട്ട്മെന്റ് ഒരാൾ ഇപ്പം ആവശ്യമില്ലാത്തൊരു സാധനം അവിടുന്ന് എടുത്ത് വേറൊരാൾക്ക് കൊടുത്തെന്ന് അറിഞ്ഞാൽ അത് ഒരു ദിവസമുള്ള അയാൾക്ക് അവിടെ പഴക്കമുള്ള അന്നേരം മാറ്റണം, മാറ്റിയേ പറ്റൂ. ഡിപ്പാർട്ട്മെന്റ് മുന്നോട്ട് പോകില്ല. അതൊക്കെ മറ്റു ഡിപ്പാർട്ട്മെന്റിനെ പോലെ പോലീസിൽ ഉള്ള സ്റ്റാഫിനെ കണക്കാക്കരുത്. ഡിസിപ്ലിൻ വേണം. അത് പോലീസിന്റെ കോൺഫിഡൻഷ്യാലിറ്റി മെയിൻറ്റെയിൻ ചെയ്യണം അവർ. അതുകൊണ്ടാണ് ഞാൻ പറയണത്, മറ്റു ഡിപ്പാർട്ട്മെന്റ് പോലീസ് ഡിപ്പാർട്ട്മെന്റ് കമ്പയർ ചെയ്യരുത്. ഒരു DGP വന്ന് എടുത്തു കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ കൺട്രോളിൽ തന്നെ പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സ് പോകണം, സംസ്ഥാന പോലീസിലെ എല്ലാ യൂണിറ്റും പോകണം. അതുകൊണ്ട് അവിടുത്തെ ഇനി ഞാൻ ഒരു കാര്യം പറയാം, അവിടുത്തെ കോൺഫിഡൻഷ്യൽ ആയാലും ശരി PSQലെ മുഴുവൻ സ്റ്റാഫിൻ്റെയും ഓരോ വർഷം ഇൻ്റലിജൻസും അത് കോൺഫിഡൻഷ്യലായിട്ടുള്ള അവരെ വേരിഫിക്കേഷൻ നടത്തിയിരിക്കണം. കാരണം നമ്മൾ ഒരാളെ ഒരു മൊബൈൽ ഫോണിൻ്റെ നമ്പർ ചോർത്തിയതിന് പിരിച്ചുവിട്ടിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ വളരെ വൈറ്റലായ കാര്യങ്ങളുണ്ട്. നമ്മളത് ഏത് സർക്കാരിനോ, ഈ സർക്കാരിനായാലും ശരി UDF ആയാലും ശരി LDF ആയാലും ആ സർക്കാരിനെ പരിരക്ഷിക്കേണ്ട ചുമതല ഒരു DGP ഉണ്ട്. ഇത് അദ്ദേഹത്തിൻ്റെ സീനിയോറിറ്റി പ്രശ്നത്തിനൊക്കെ വന്നു, അദ്ദേഹം ഒരു 1.5 മാസം കഴിയുമ്പോൾ അദ്ദേഹം പോകും, അതൊക്കെ വേറെ കാര്യം. അതല്ല, ഒരു ദിവസം ഇരുന്നാലും ശരി DGP ആയിരിക്കണം. അതുകൊണ്ടാണ് ഞാൻ പറയണത്, അവിടെയുള്ള സ്റ്റാഫിനെ 3 വർഷത്തിൽ കൂടുതൽ PHQയിൽ ഒരു സ്റ്റാഫിനെ ഇരുത്താൻ പാടില്ല. ഡെപ്യൂട്ടേഷൻ അവിടെ അനുവദിക്കാൻ പാടില്ല. ഡെപ്യൂട്ടേഷൻ മറ്റു ഡിപ്പാർട്ട്മെന്റിൽ പൊയ്ക്കോളൂ. ഒരു ജില്ലാ തീർച്ചയായും ശ്രീ ജോർജ് ജോസഫിന്റെ രൂപം പോലെയാണ്, റിട്ടയർ ആയെങ്കിലും ഇപ്പോഴും പോലീസുകാരൻ തന്നെയാണ് എന്നതാണ് മനസ്സിലാകുന്നത്. ശ്രീ CK ശശീന്ദ്രൻ, അതായത് നമുക്കിനി രാഷ്ട്രീയത്തിലേക്ക്, പ്യുവർ പൊളിറ്റിക്സിലേക്ക് എത്താം. അതായത് നോക്കൂ, താങ്കൾ MLA ആണെങ്കിലും പൊതുപ്രവർത്തനത്തിലൂടെ തൊഴിലാളി വർഗ സമരങ്ങളിലൂടെ വളർന്നു വന്ന നേതാവാണ്. ഇങ്ങനെ ഒരു തൊഴിലാളി അവകാശം ചട്ടമായി ഒരു ജനകീയ ഭരണകൂടം മുമ്പോട്ട് വെച്ചിട്ടുള്ളപ്പോൾ ആ ചട്ടം മറികടക്കാനുള്ള അധികാരം DGPക്ക് ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ തന്നെ ഒരു സേഫ് സോൺ, DGPക്ക് ഒരു കംഫർട്ടായ സോൺ രൂപീകരിക്കുന്നതിന് എന്ത് തടസ്സമാണ്? അത് സർക്കാരിനും ജനങ്ങൾക്കും കൂടി വേണ്ടിയല്ലേ ശ്രീ CK ശശീന്ദ്രൻ? തീർച്ചയായും ജനാധിപത്യ സംവിധാനത്തിനകത്ത് ഒന്നാമത് നിൽക്കുന്നത് ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെട്ട ഗവൺമെൻറ്റും അതിൻ്റെ താല്പര്യങ്ങളുമാണ്. DGP അതിൻ്റെ കീഴിലാണ്, മുകളിലല്ല. രാജഭരണമൊന്നുമല്ല. DGP എന്ന് പറയുന്ന ഈ ഗവൺമെൻറ്റിൻ്റെ നയങ്ങൾ നടപ്പിലാക്കാനും ചുമതലപ്പെട്ട ഉദ്യോഗസ്ഥനാണ്. അദ്ദേഹത്തിന് നീതി ലഭിച്ചില്ല എന്ന കാരണം പറഞ്ഞുകൊണ്ടാണ് സുപ്രീം കോടതിയിൽ ചെന്ന് ആദ്യം അദ്ദേഹം അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിനെയാണ് സമീപിച്ചിരുന്നത്. അത് അദ്ദേഹത്തിൻ്റെ വാദഗതി അംഗീകരിച്ചില്ല. ഗവൺമെൻറ്റിന് നയപരമായ തീരുമാനമെടുക്കാനുള്ള അവകാശമുണ്ട് എന്ന് പറഞ്ഞു. വീണ്ടും ഹൈക്കോടതിയിൽ പോയി. ഹൈക്കോടതിയും പറഞ്ഞിരിക്കുന്നത് ഗവൺമെൻറ്റിന് നയപരമായ തീരുമാനമെടുക്കാനുള്ള അവകാശമുണ്ട്. സെൻകുമാറിൻ്റെ വാദഗതികൾ അംഗീകരിച്ചില്ല. സുപ്രീം കോടതിയുടെ വാദഗതികളാണ് അവസാനമായിട്ട് നമ്മൾ കാണുക. എന്നാൽ നിയമത്തിൻ്റെ ഭാഷയിൽ ഹൈക്കോടതിയും
അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലെല്ലാം ചെയ്ത് തെറ്റാണെന്ന് നമുക്ക് എങ്ങനെയാണ് പറയാൻ വേണ്ടി കഴിയുക? നിയമത്തെ വ്യാഖ്യാനിക്കുന്ന പല രീതിയിലാണ്. ഞാൻ എൻ്റെ മറ്റു വിശദാംശങ്ങൾ കിടക്കുന്നില്ല. സുപ്രീം കോടതി വിധി നമുക്കെല്ലാവർക്കും ബാധകമായതുകൊണ്ട് അത് നടപ്പിലാക്കി കേരളത്തിലെ ഗവൺമെൻറ്. എന്നാൽ ആ DGP നിലവിലുള്ള നിയമങ്ങളെ ലംഘിക്കാൻ അദ്ദേഹത്തിന് ആരാ അവകാശം കൊടുത്തിരിക്കുന്നത്? 3/2017 25/2/2017 ഗവൺമെൻറ് തീയതി വെച്ചിട്ടുള്ള ഗവൺമെൻറ് ഉത്തരവ് പ്രകാരം കേരളത്തിലെ സർവീസ് സംഘടനകളുമായിട്ടൊക്കെ ചർച്ച ചെയ്തിട്ട് എങ്ങനെയാണ് മാറ്റത്തിന് വേണ്ടിയിട്ടുള്ള ഒരു നോംസ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ആ നോംസിനെ ലംഘിക്കാൻ DGPക്ക് ഒരു അധികാരവുമില്ല. അദ്ദേഹത്തിന് ഇഷ്ടമില്ല എന്നതിൻ്റെ അർത്ഥം പുറ്റിങ്ങൽ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് അന്നത്തെ കൊല്ലം ജില്ലാ കളക്ടർ അതവിടെ നിരോധിച്ചതായിരുന്നു. ആരാ അനുവാദം കൊടുത്തിരുന്നത്? ആ നിരോധിച്ചത് നടപ്പിലാക്കാൻ ഉത്തരവാദിത്വം പോലീസിനാണ്. നിരോധിക്കാനേ കളക്ടർക്ക് കഴിയൂ, അത് നടപ്പിലാക്കാനുള്ള ഉത്തരവാദിത്വം പോലീസിനാണ്. പോലീസ് കുറ്റകരമായ വീഴ്ച നടത്തി. അതിനുശേഷം കളക്ടർ പ്രത്യേക റിപ്പോർട്ട് കൊടുത്തു DGP ഉൾപ്പെടെയുള്ള ആൾക്കാർക്ക്, പോലീസ് മേധാവികൾക്കുൾപ്പെടെയുള്ള ആൾക്കാർക്ക് കുറ്റകരമായ അനാസ്ഥ വരുത്തിയിട്ടുണ്ട് ആ ഉദ്യോഗസ്ഥന്മാരുടെ നിലക്ക്. ആ ഉദ്യോഗസ്ഥന്മാരെ സംരക്ഷിക്കുന്ന നിലപാടാണ് നിർഭാഗ്യവശാൽ അന്നത്തെ DGP ചെയ്തിരുന്നത് എല്ലാവർക്കും അറിയാം. ആ ഫയൽ ചോദിച്ചപ്പോൾ അദ്ദേഹത്തിന് കേസുമായി ബന്ധപ്പെട്ട കാര്യമായിരിക്കാം. DGP ആയാലും ഒരു സാധാരണ പൗരനായാലും വിവരാവകാശ നിയമം എല്ലാവർക്കും ഒരുപോലെയാണ്. DGPക്ക് പ്രത്യേക അവകാശമൊന്നുമില്ല വിവരാവകാശം കിട്ടാൻ വേണ്ടി. അത് കുമാരി ബീന കൊടുത്തില്ല എന്നുള്ളത് കൊണ്ട് അവരോട് പ്രതികാര നടപടി സ്വീകരിക്കുകയാണ് DGP എന്ന് എല്ലാവർക്കും അറിയാം. നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ നിയമം എല്ലാവർക്കും ഒരുപോലെയാണ്. നിയമപരമായിട്ട് അദ്ദേഹത്തിന് കോടതി പോകാൻ അവകാശമുള്ളതുപോലെ തന്നെ സ്വാഭാവികമായിട്ടും അതുകൊണ്ടാണ് യൂണിയൻകാർ പ്രതിഷേധിക്കുന്നത്. സ്വാഭാവികമല്ലേ, ജീവനക്കാർക്ക് പ്രതിഷേധിക്കാൻ അവകാശമില്ലേ? ഇത് രാജഭരണമൊന്നുമല്ലല്ലോ, ജനാധിപത്യ ഭരണമല്ലേ, അവർ പ്രതിഷേധിക്കും. അതുകൊണ്ട് DGP പ്രതികാര നടപടി ആരംഭിച്ചു എന്ന് കേരളത്തെ അറിയിക്കുകയാണ്. അദ്ദേഹം പറഞ്ഞത് സർക്കാരുമായിട്ട് ഒരു ഏറ്റുമുട്ടൽ ഞാനില്ല എന്നുള്ളതാണ്. സർക്കാരിൻ്റെ കഴിഞ്ഞ കാലത്ത് സർക്കാരിൻ്റെ ഒരു നയമുണ്ട്, വ്യക്തിയല്ല നയം. എന്താ വെച്ചാൽ 3 വർഷം കഴിയാതെ മാറ്റാൻ പാടില്ല എന്നാളാണ്. അങ്ങനെ മാറ്റണമെങ്കിൽ നേരത്തെ ഇവിടുത്തെ ജോർജ് ജോസഫ് സാർ പറഞ്ഞതുപോലെ അങ്ങനെ മാറ്റണമെങ്കിൽ എന്തെങ്കിലും പ്രത്യേക കുഴപ്പം അവരുടെ പേരിൽ ആരെങ്കിലും റിപ്പോർട്ട് ചെയ്യണം. ഒന്നെങ്കിൽ ഇൻ്റലിജൻസ് റിപ്പോർട്ട് ചെയ്യണം, അല്ലെങ്കിൽ അതുപോലെയുള്ള മറ്റ് സ്പെഷ്യൽ ബ്രാഞ്ചുകളോ മറ്റോ റിപ്പോർട്ട് ചെയ്യണം. അതൊന്നുമില്ലല്ലോ. അതൊന്നുമില്ലാതെ ഏകപക്ഷീയമായിട്ട് മാറ്റിയിരിക്കുന്നത് ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യാൻ തയ്യാറാണ്, അധികാര ദുർവിനിയോഗം നടത്തുകയാണ്, ധാർഷ്ട്യം കാണിക്കുകയാണ്, ധിക്കാരം കാണിക്കുകയാണ്. അതൊന്നും കേരളത്തിൽ വിലപ്പോകാൻ പോകുന്നില്ല എന്ന് DGP മനസ്സിലാക്കണം. ശ്രീ PS സലിം, അവിടെയാണ് കാതലായ പ്രശ്നം ഇരിക്കുന്നത്. അതായത് പോലീസ് ആക്ട്, ഒരു നിയമസഭ പാസാക്കിയ പോലീസ് ആക്ടുമായി ബന്ധപ്പെട്ട അവകാശങ്ങൾ കോടതിയിൽ പോയി വാങ്ങിയെടുത്ത DGP ആയ സെൻകുമാർ, ആ സെൻകുമാറിന് അതേ നിയമസഭയുടെ തന്നെ ആറ്റുകുറുക്കിയ മറ്റൊരു വശമായ സർക്കാരിൻ്റെ ചട്ടം പാലിക്കാതെ കീഴുദ്യോഗസ്ഥർക്കെതിരെ പെരുമാറാം. ഇത് എവിടുത്തെ ന്യായമാണ് ശ്രീ PS സലിം? അല്ല അജിംഷാദ്, നമ്മളൊരു യാഥാർത്ഥ്യം ഉൾക്കൊണ്ടേ മതിയാവൂ. TP സെൻകുമാർ സംസ്ഥാന പോലീസിന്റെ ചീഫാണ്. അദ്ദേഹം വന്ന സാഹചര്യം ഒന്നും നമ്മൾ ഡിസ്കസ് ചെയ്യേണ്ട കാര്യമില്ല. കൃത്യമായി ബോധ്യമുള്ളതാണ്. ആർക്കും അനന്തമായി നിഷേധിക്കാൻ കഴിയാത്ത ഒരു നീതി അദ്ദേഹത്തിന് ലഭിച്ചതുകൊണ്ടാണ് ആർക്കൊക്കെ ഇഷ്ടമില്ലെങ്കിലും ആർക്കൊക്കെ അസൗകര്യമുണ്ടെങ്കിലും TP സെൻകുമാർ കേരള പോലീസിന്റെ ചീഫായി അത്യപൂർവമായ ഒരു സാഹചര്യത്തിലൂടെ ഇന്ത്യയിലെ നീതിന്യായ വ്യവസ്ഥയുടെ പവിത്രത ഉയർത്തിപ്പിടിച്ചുകൊണ്ട് അദ്ദേഹത്തിന് ആ സ്ഥാനത്തേക്ക് തിരിച്ചു വരാൻ കഴിഞ്ഞു. പക്ഷേ ആ തിരിച്ചു വരുന്നു എന്നറിഞ്ഞുകൊണ്ട് തന്നെ TP സെൻകുമാറിൻ്റെ നിയമനം ഒരു യാഥാർത്ഥ്യമായി ഉൾക്കൊള്ളുവാൻ, സ്പോർട്സ്മാൻ സ്പിരിറ്റോടുകൂടി അത് ഉൾക്കൊള്ളുവാൻ കേരളം ഭരിക്കുന്ന പാർട്ടിക്ക് കഴിയാതെ പോയൊരു അസാധാരണമായ സ്ഥിതിവിശേഷം ഇവിടെയുണ്ട്. കാരണം TP സെൻകുമാറിനെ പോലീസ് ആസ്ഥാനത്ത് ഇവർ കാത്തിരുന്നത് ഒരു പൽപ്പ് വ്യൂഹം അവിടെ ചമച്ചുകൊണ്ടായിരുന്നു. അവിടെ TP സെൻകുമാർ വരുന്നതിന് മണിക്കൂറുകൾക്ക് മുമ്പ് പോലീസ് ആസ്ഥാനത്ത് അതുവരെ ഉണ്ടാവാത്ത സുപ്രീം കോടതി വിധി വന്നു. സംസ്ഥാന സർക്കാർ TP സെൻകുമാറിനെ സംസ്ഥാന പോലീസ് മേധാവിയായി നിയമിക്കേണ്ടതിൻ്റെ ഒരു അനിവാര്യത വന്നു. അത് നിയമം പാലിക്കുമെന്ന് CPMന്റെ സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞു, മുഖ്യമന്ത്രി പറഞ്ഞു. അവിടം കൊണ്ട് അവസാനിക്കേണ്ടതായിരുന്നു. പക്ഷെ വരുന്നതിന് മുമ്പ് പോലീസ് ആസ്ഥാനത്ത് വളരെ ധൃതി പിടിച്ച് ഒരു വലിയ മാറ്റങ്ങൾ, ഇതൊരു ഒട്ടും സ്വാഭാവികമാണെന്ന് അജിംഷാദിന് പറയാൻ കഴിയും. അല്ലെങ്കിൽ ഈ ചർച്ചയിൽ ഇപ്പോൾ പുതിയ വാദമുഖങ്ങളുമായി വരുന്ന നമ്മുടെ എല്ലാം ബഹുമാന്യനായ സ്നേഹിതൻ
ശ്രീ പി എസ് സലീം ഉണ്ട്, പറയാനാകും. അതായത് താങ്കൾ പറയുന്നത് DGPയെ ഒരു വ്യക്തിയും അദ്ദേഹവുമായി ബന്ധപ്പെട്ട ഈഗോയുടെ ഭാഗവുമായി കാണുന്നത് കൊണ്ടാണ് ഒരു ജനകീയ ഭരണകൂടം ഏൽപ്പിച്ചതിനെ പത്മവ്യൂഹം പോലെയാക്കിയത്. DGP ആണെങ്കിൽ ഒരു സംസ്ഥാനത്തിന്റെ താല്പര്യം നടപ്പാക്കുകയാണ് അദ്ദേഹത്തിൽ നിക്ഷിപ്തമായ താല്പര്യമെങ്കിൽ എന്തുകൊണ്ട് സർക്കാരിന് അനുസൃതമായ രീതിയിൽ അദ്ദേഹത്തിന് നിന്നുകൂടാ? അങ്ങനെ നിൽക്കാനാകില്ല എന്ന ഈഗോയെ പ്രതിപക്ഷത്തിന്റെ ബഹുമാന്യമായ രാഷ്ട്രീയം എങ്ങനെ അതിനുവേണ്ടി ആ ഉദ്യോഗസ്ഥന് വേണ്ടി വാദിക്കാനാകുന്നു? ഉമ്മൻചാണ്ടി പറഞ്ഞത് ഞാൻ ഓർക്കുന്നു ജേക്കബ് തോമസിനെ കുറിച്ച്. എനിക്ക് അങ്ങനെ അത്തരത്തിൽ പറയുന്ന ഉദ്യോഗസ്ഥനുണ്ടെങ്കിൽ ആ കാര്യം എൻ്റെ കയ്യിലേക്ക് വിട്ടേക്കൂ എന്ന രാജകീയ ഭാവത്തിൽ അദ്ദേഹം പറഞ്ഞു. അതൊക്കെ മനസ്സിൽ വെച്ചുകൊണ്ട് വേണം ശ്രീ PS സലീം താങ്കൾ പ്രതികരിക്കാൻ. അല്ല, ഈ ജേക്കബ് തോമസ് പറഞ്ഞ രീതിയിലൊന്നും TP സെൻകുമാർ ഒരിടത്തും പറഞ്ഞിട്ടില്ല. ഈ ഒരു നീതിപീഠത്തിൽ നിന്ന് വിജയിച്ചു വന്നപ്പോഴും TP സെൻകുമാർ വളരെ പക്വതയാർന്ന നിലപാടാണ് സ്വീകരിച്ചത്. ഞാൻ കേരളം ഭരിക്കുന്ന ഗവൺമെന്റിന്റെ നയസമീപനങ്ങളാണ് നടപ്പിലാക്കുന്നതെന്ന് കൃത്യമായി കേരളത്തിലെ പത്മവ്യൂഹമായി തോന്നും. സർക്കാർ ഏൽപ്പിക്കപ്പെട്ട സംവിധാനങ്ങളെയും നിയമങ്ങളെയും ചട്ടങ്ങളെയും എങ്ങനെ പത്മവ്യൂഹമായി തോന്നും ശ്രീ PS സലീം? അല്ല, അജിംഷാദ് അവിടെ എനിക്ക് ഉറങ്ങുന്ന ഒരാളെ വിളിച്ചുണർത്താൻ കഴിയും. അജിംഷാദ് ഉറക്കം നടിക്കുകയാണെങ്കിൽ ഞാൻ വിട്ടിരിക്കുന്നു. പത്മവ്യൂഹമാണ് എന്ന് ഞാൻ പറഞ്ഞത്. ഒരു DGP വരാൻ ഞാൻ പറഞ്ഞു, നമുക്ക് കൃത്യം അറിയാലോ, ഒരു ഗവൺമെന്റ് മാറുമ്പോൾ ഒരു ഡെസിഗ്നേറ്റഡ് ചീഫ് മിനിസ്റ്റർ വരാൻ പോകുമ്പോൾ ഔട്ട് ഗോയിങ് ചീഫ് മിനിസ്റ്റർ ഇങ്ങനെ കാര്യം ചെയ്യാറുണ്ടോ? ലോക്നാഥ് ബെഹ്റയ്ക്ക് കൃത്യമായി അറിയാം ഹി മസ്റ്റ് ഗോ. കാരണം സുപ്രീം കോടതി വളരെ കൃത്യമായി നിയമത്തിന്റെ മുഴുവൻ വ്യാഖ്യാനങ്ങളും കേരള പോലീസ് ആക്ട് സമഗ്രമായി ആധികാരികമായി പരിശോധിച്ച TP സെൻകുമാറിനെ DGP ആയി നിയമിക്കാതിരിക്കാൻ കഴിയില്ല എന്നുള്ള ഒരു ഫൈനാലിറ്റിയിൽ എത്തിയപ്പോൾ അദ്ദേഹം DGP ആയി വരികയാണ്. ജൂൺ വരെ താങ്കൾ പൊതുപ്രവർത്തകനോടൊപ്പം ഒരു വിദഗ്ധനായ വക്കീല് കൂടിയാണ്, എനിക്കറിയാം. അതുകൊണ്ട് ഉറക്കം നടിക്കുക എന്നത് താങ്കൾക്കും ആപ്ലിക്കബിൾ ആണ്. അതായത് നീതിന്യായ വ്യവസ്ഥയുടെ പവിത്രത താങ്കൾ പറയുന്നു, പോലീസ് ചട്ടത്തിന്റെ പോലീസ് ആക്ടിന്റെ പവിത്രത താങ്കൾ ചൂണ്ടിക്കാട്ടുന്നു. അപ്പോഴും സർക്കാർ ജനകീയ ഭരണകൂടം ഇറക്കിയ ചട്ടത്തെ സംബന്ധിച്ച് താങ്കൾ ഒന്നും പറയുന്നില്ല. ആ ചട്ടത്തിന് വിരുദ്ധമായി കാര്യങ്ങൾ ADGP ഒപ്പിടണം. ഭരണകാര്യം ചെയ്യുന്ന ഭരണവകുപ്പ് ചെയ്യുന്ന ADGP തച്ചങ്കരി ഒപ്പിടണം. അല്ലെങ്കിൽ ആ രീതിയിലേക്കാണ് കാര്യങ്ങൾ പോകേണ്ടത്. അത് മറികടന്നാണ് DGP നേരിട്ട് ഒപ്പിടുന്നത്. ഞാൻ നേരത്തെ CK ശശീന്ദ്രൻ പറഞ്ഞ ആ ആക്ട് ഞാൻ ഉത്തരവ് വായിക്കാം. അതായത് നോൺ വെക്കേഷൻ വകുപ്പുകളിൽ ഏപ്രിൽ 30-ന് മുമ്പും വെക്കേഷൻ വകുപ്പുകളിൽ ആഗസ്റ്റ് 31-ന് മുമ്പും പൊതുസ്ഥലം മാറ്റം പൂർത്തിയാക്കേണ്ടതാണ് സ്കൂളുകളുടെ കാര്യത്തിലുള്ള ക്രമീകരണം. ഓരോ വർഷവും ഫെബ്രുവരി 28-ന് 3 വർഷം തികയുന്ന ജീവനക്കാരുടെ അപേക്ഷ മാത്രമേ പരിഗണിക്കാവൂ. 3 വർഷം കാലാവധി എന്നത് ഡ്യൂട്ടിയിൽ പ്രവേശിച്ച തീയതി മുതൽ അടുത്ത ഏപ്രിൽ 30 വരെ കണക്കാക്കാവുന്നതാണ്. 3/2017 എന്ന ആ നമ്പർ നേരത്തെ CK ശശീന്ദ്രൻ കോട്ട് ചെയ്ത ആ ഉത്തരവാണ് ഞാനിവിടെ വായിച്ചത്. ഇത്തരത്തിലുള്ള ചട്ടം നഗ്നമായി ലംഘിക്കുന്നു. അവിടെ നടക്കേണ്ട പ്രൊസീജിയർ മറികടക്കുന്നു. എങ്ങനെ? ക്ലാരിഫൈ ചെയ്തോട്ടെ. അല്ല, ഈ പ്രൊസീജിയർ അതാണ് ഞാൻ പറയുന്നത്. തിരുവനന്തപുരം ജില്ലയിലെ ഒരു സബ് ഇൻസ്പെക്ടറെ ജില്ലാ പോലീസ് സൂപ്രണ്ടിന് ട്രാൻസ്ഫർ ചെയ്യാം, IG-ക്ക് ട്രാൻസ്ഫർ ചെയ്യാം, DGP-ക്ക് ട്രാൻസ്ഫർ ചെയ്യാം. ഇതൊക്കെ പോലീസിൽ വളരെ വളരെ സ്വാഭാവികമായി ഈ അധികാരപ്പെടുത്തുന്ന ഏത് ഉദ്യോഗസ്ഥന്മാരും അവരുടെ ജൂറിസ്ഡിക്ഷന് മുകളിലോ ആ ജൂറിസ്ഡിക്ഷൻ ഉള്ളിലോ ചെയ്യാവുന്ന അല്ലെങ്കിൽ നടക്കുന്ന സ്വാഭാവികമായ കാര്യങ്ങളാണ്. നിങ്ങൾക്ക് എന്ത് നിർബന്ധമാണ് ADGP ടോമിൻ തച്ചങ്കരി തന്നെ ചെയ്യണം എന്നുള്ളൊരു എന്തുകൊണ്ടുണ്ടാകുന്നു? ഭരണവിഭാഗം ADGP തച്ചങ്കരി അല്ലെങ്കിൽ ADGP ഒപ്പിടണ്ടേ? അല്ലെങ്കിൽ ആ ADGP അല്ലേ ട്രാൻസ്ഫർ? ശ്രീ ജോർജ് ജോസഫ്, അങ്ങനെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത് ഈ അടുത്ത കാലത്ത് വന്ന ഒരു പരിഷ്കാരം ഉണ്ടല്ലോ, ചില ആൾക്കാരെ അക്കോമഡേറ്റ് ചെയ്യാൻ വേണ്ടി വന്നേ ഉള്ളൂ. PHQയിലുള്ള കേരള പോലീസ് ചീഫ് ഒരു ഓർഡർ ഇട്ട അത് ഓർഡർ തന്നെയാണ്. അതിന്റെ താഴെ ഒരാളുടെ സമ്മതമൊന്നും ആവശ്യമില്ല. അത് അഡ്മിനിസ്ട്രേറ്റീവ് മാറ്റർ അങ്ങനെയാണ് പോകുന്നത്.
അത് ഫൈനലാണ്. ശരി. ആ ഓഫീസിലെ ഒരു സെക്ഷനിൽ നിന്ന് വേറൊരു സെക്ഷനോട്ടൊന്ന് മാറ്റി എന്ന് വിചാരിച്ചാൽ ഇത്ര പൊള്ളേണ്ട ആവശ്യം എന്ത്? അവിടുന്ന് SAP വരെ 2 കിലോമീറ്റർ അകലെ ഒരു കുട്ടിയെ ട്രാൻസ്ഫർ ചെയ്തെന്ന് പറഞ്ഞാൽ എന്തിനാ വിഷമിക്കുന്നത്? അങ്ങനെയാണെങ്കിൽ സർക്കാരിന് കീഴിലുള്ള ഒരു അക്കാദമിയിലേക്ക് DGP 1 കിലോമീറ്റർ മാത്രം മാറ്റി സെൻകുമാറിനെ മാറ്റിയതിന് എന്തിനാ ഇത്ര? സർക്കാർ ഇതിന്റെ ഒരു സർക്കാരും ഇന്ന് വരെ ഞാൻ കണ്ടിട്ടില്ല. DGP മുഖേന മാത്രമേ നയം പ്രഖ്യാപിക്കുള്ളൂ. അല്ലാതെ ശ്രീ എ സജീവൻ, ഇനി നമുക്ക് മാധ്യമ പ്രവർത്തനത്തിന്റെ നിരീക്ഷണത്തിലേക്ക് കൂടിയെത്താം. അതായത് ഇപ്പോൾ നേരത്തെ PS സലീം മുമ്പോട്ട് വെച്ചതുപോലെ ഒരു DGP എത്തുമ്പോൾ അവിടെ സർക്കാരുമായൊരു നിയമയുദ്ധം നടത്തിയിട്ടാണ് തിരിച്ചെത്തുന്നത് എന്നതിൻ്റെ പേരിൽ സർക്കാർ വെക്കുന്ന സംവിധാനങ്ങളെ പത്മവ്യൂഹം പോലെ അല്ലെങ്കിൽ അസ്വസ്ഥതയുടെ ലംഘനം പോലെ തോന്നുകയും അവിടെ ഒരു കംഫർട്ട് സോൺ ഉണ്ടാക്കാൻ എല്ലാ ചട്ടങ്ങളും മറികടക്കുന്ന ഒരു പോലീസിന്റെ രീതി സുഗമമായ സംസ്ഥാനത്തിന്റെ നടത്തിപ്പിന് ഭൂഷണമോ? ശ്രീ എ സജീവൻ. ഒരിക്കലുമല്ല. എനിക്ക് അത്ഭുതം തോന്നുന്നത് ഇപ്പോൾ ജോർജ് ജോസഫ് എന്തോ വാശി പിടിച്ചുകൊണ്ട് വാദിക്കുന്ന പോലെ തോന്നുന്നു. സലീം പറയുന്ന വേറെ കാര്യം നോക്കട്ടെ. മറ്റൊരു സംഭവം, ഇതിൽ നമ്മൾ ഒരാൾ 2 തവണ മാറ്റുന്നു. നേരത്തെ പറഞ്ഞ് 10 മാസമായ ബീനാകുമാരിയെ മാറ്റിയതിനെ കുറിച്ചാണ് അജിംഷാദ് പറഞ്ഞത്. പക്ഷേ ജോർജ് ജോസഫിന് കടുംപിടുത്തമാണ് ഇത് 10 വർഷമായി എന്ന്. എവിടെ നിന്നാണ് അദ്ദേഹത്തിന് കണക്ക് കിട്ടിയതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. എന്തിനാണ് സ്ഥാപിക്കാൻ ശ്രമിക്കുന്നത്? 10 മാസമായി എന്ന് പറയുമ്പോൾ അതല്ല 10 വർഷമെന്ന് സ്ഥാപിക്കുന്നത് എന്തിനു വേണ്ടി? ഞാൻ അതിനെ കുറ്റം പറയുക. കാരണം ഒരാളെ 2 തവണ മാറ്റുമ്പോൾ ഇത് ഒരു കിലോമീറ്റർ അപ്പുറത്താണോ അടുത്ത മുറിയാണോ എന്നുള്ളതല്ല. സ്ഥലം മാറ്റമോ സ്ഥാനമാറ്റമോ എപ്പോഴും മാറ്റം തന്നെയാണ്. അത് ഉണ്ടാക്കുന്നതിന് ഒരു പ്രത്യേക കാരണം വേണം. എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ടാക്കി എന്നതിൻ്റെ പേരിലാണ് അത് പറയണം. ഇപ്പം ഇവിടെ നമുക്കറിയാമല്ലോ, TP സെൻകുമാറിൻ്റെ പ്രശ്നം വന്നപ്പോൾ കോടതി അദ്ദേഹത്തിന് തിരിച്ചെടുക്കാൻ പറഞ്ഞപ്പോൾ അദ്ദേഹത്തിനെതിരായ നടപടികൾ റദ്ദ് ചെയ്ത സമയത്ത് സർക്കാർ പിന്നീട് വീണ്ടും കോടതിയിൽ പോകുന്നതിനെ അതിരൂക്ഷമായിട്ട് എതിർത്ത ആളാണ് ഞാൻ. ഒരു കാര്യമില്ല, സർക്കാരിന് പോകേണ്ട കാര്യമുണ്ടായിരുന്നില്ല. പക്ഷേ അത്ഭുതം തോന്നിയൊരു സെൻകുമാർ വീണ്ടും അധികാരം ഏറ്റെടുക്കുന്ന ദിവസം അദ്ദേഹത്തിൻ്റെ ബോഡി ലാംഗ്വേജും അദ്ദേഹത്തിൻ്റെ ചില പരാമർശങ്ങളും നോക്കുമ്പോൾ അദ്ദേഹം വാശി തീർക്കാൻ തന്നെയാണ് രംഗത്ത് വന്നിട്ടുള്ളത്, അദ്ദേഹം പുതിയ ചുമതല ഏറ്റെടുക്കുന്നത് എന്ന് വളരെ വ്യക്തമായിരുന്നു. നമുക്കറിയാം, അദ്ദേഹം സ്ഥാനം ഏറ്റെടുക്കുന്നതിന് ഒപ്പിടുന്നതിനെ സംബന്ധിച്ച് കടലാസിനെ കുറിച്ചുള്ള തർക്കം, അപ്പോഴുള്ള അദ്ദേഹത്തിൻ്റെ നിലപാടുകൾ, അദ്ദേഹത്തിൻ്റെ പെരുമാറ്റം അത് പ്രൊസീജിയറിന് വിരുദ്ധമായിട്ടാണെങ്കിൽ അദ്ദേഹത്തിനെ പറയാം. പക്ഷേ അദ്ദേഹം വളരെ ക്രുദ്ധനായിട്ടാണ് എനിക്ക് തോന്നുന്നു ബെഹ്റയോട് പോലും സംസാരിച്ചത്. അപ്പം അങ്ങനെയുള്ളൊരു അതിനുശേഷം അദ്ദേഹം പറഞ്ഞ കാര്യമുണ്ട്, ഇവിടെ സീനിയോറിറ്റി അനുസരിച്ച് ഏറ്റവും ഉയർന്ന ഉദ്യോഗസ്ഥൻ, പോലീസ് ഏറ്റവും ഉയർന്ന ഉദ്യോഗസ്ഥനാണ് ഞാൻ, എൻ്റെ കീഴിലുള്ള ഉദ്യോഗസ്ഥന്മാരെ എങ്ങനെയൊക്കെ നിയന്ത്രിക്കണമെന്ന് എനിക്കറിയാം എന്നൊക്കെ പറയുമ്പോൾ അതൊക്കെ ഒരു ധാർഷ്ട്യത്തിൻ്റെ വാക്കുകൾ തന്നെയാണ്. അത് കഴിഞ്ഞും അദ്ദേഹം മുഖ്യമന്ത്രിയെ കണ്ടപ്പോൾ മുഖ്യമന്ത്രി ഉപദേശിച്ച് അദ്ദേഹം പറഞ്ഞു, ഇനിയെങ്കിലും നന്നായിട്ട് പണിയെടുക്കാൻ നോക്കൂ എന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. അദ്ദേഹം പിന്നീട് പണി കൊടുത്തു എന്നുള്ളതാണ് സത്യത്തിൽ സംഭവിച്ചിട്ടുള്ളത്. ഇവിടെ ഇതൊക്കെ ഈ മാറ്റങ്ങളൊക്കെ ഇപ്പം നേരത്തെ ജോർജ് ജോസഫ് പറഞ്ഞു പോലീസ് മറ്റ് ഡിപ്പാർട്ട്മെൻറ്റ് പോലെയല്ല എന്ന്. എന്താ പോലീസിൻ്റെ വ്യത്യാസം? എവിടെയാണ് ഈ പോലീസിന് മാത്രമായിട്ട് ഈ ഉദ്യോഗസ്ഥനാണ് എല്ലാ കാര്യങ്ങളും, സർക്കാരോ ആഭ്യന്തര വകുപ്പോ ഒന്നും അറിയാതെ, ആഭ്യന്തര സെക്രട്ടറി അറിയേണ്ട, സർക്കാർ ആഭ്യന്തര വകുപ്പിൻ്റെ ചുമതലയുള്ള മന്ത്രിയെ കാണിക്കേണ്ട, മന്ത്രിയുമായിട്ട് ചർച്ച ചെയ്യേണ്ട, DGP മാത്രം തീരുമാനിച്ചാൽ മതി, മറ്റുള്ള ഡിപ്പാർട്ട്മെൻറ്റുകളൊക്കെ ഒന്നിനും കൊള്ളാത്ത ഡിപ്പാർട്ട്മെൻറ്റ്, അവർക്ക് അവിടെ എന്തും ആവാം, അവിടെ ഏത് രീതിയിലും കാര്യങ്ങൾ പോകാം എന്നൊക്കെ. അങ്ങനെ എവിടെ ഞാൻ അറിഞ്ഞിടത്തോളം ഒരു സ്ഥലത്തും ഇത്തരത്തിലുള്ള ഒരു രേഖയുമില്ല, അങ്ങനെ ഒരു നിയമമില്ല. പിന്നീട് എന്തിനാണ് ഇങ്ങനെ ഒരു DGP സ്ഥലം മാറ്റാം, അദ്ദേഹത്തിന് അധികാരമുള്ളതാണ്, അദ്ദേഹത്തിന് കീഴിലുള്ള ആളുകളെ മാറ്റാം. പക്ഷേ മാറ്റുമ്പോൾ ഒരു ദിവസം തന്നെ രണ്ട് സ്ഥലത്തേക്ക് ഒരാളെ മാറ്റുക, അതിനൊന്നും പ്രത്യേക കാരണവുമില്ല. ഈ ബീനാകുമാരി എന്തെങ്കിലും രഹസ്യം ചോർത്തി കൊടുത്തോ? പുറത്തു വന്നുള്ള കഥകൾ അനുസരിച്ചാണെങ്കിൽ, പുറത്തു വന്നിട്ടുള്ള വാർത്തകൾ അനുസരിച്ചാണെങ്കിൽ ബീനാകുമാരി പുറ്റിങ്ങൽ സ്ഫോടനവുമായി ബന്ധപ്പെട്ട വെടിക്കെട്ട് അപകടവുമായി ബന്ധപ്പെട്ട രേഖകൾ വിവരാവകാശ പ്രകാരം കൊടുക്കാൻ തയ്യാറായില്ല. T ബ്രാഞ്ചിൽ അങ്ങനെ കൊടുക്കാൻ വ്യവസ്ഥയില്ല, അതുകൊണ്ട് കൊടുത്തില്ല. അത് സെൻകുമാറിന് വേണ്ടിയിട്ടാണോ ചോദിച്ചത്, മറ്റാർക്കെങ്കിലും വേണ്ടിയിട്ടാണോ എന്നൊന്നും ഞാൻ പറയുന്നില്ല. അതല്ലാതെ വേറെ എന്ത് കുറ്റമാണ് അവർ ചെയ്തത് എനിക്കറിയില്ല. മറ്റൊന്ന്, അത് കഴിഞ്ഞ് അവരെ മാറ്റി സംഭവിച്ചു, അത് വീണ്ടൊരു മാറ്റം എന്തിനാണ്?
ഇതേപോലെ രേഖ ചോർത്തി കൊടുത്തു എന്നതിൻ്റെ പേരിൽ നടപടിയെടുക്കപ്പെട്ട ആളെ തന്നെ വീണ്ടും ഈ അതിപ്രധാനമായിട്ടുള്ള അതീവ രഹസ്യങ്ങൾ കൈകാര്യം ചെയ്യേണ്ട വകുപ്പിലേക്ക് മാറ്റേണ്ട കാര്യം എന്താണ്? അപ്പൊ ഇതൊക്കെയാണ് സംശയങ്ങൾ ഉണ്ടാക്കുന്നത്. കാതലായ പ്രശ്നം തന്നെയാണ് ശ്രീ എ സജീവൻ സ്പർശിച്ചത്. വാർത്താ സമ്മേളനത്തിലടക്കം ആ ഒളിഞ്ഞിരിക്കുന്ന ധാർഷ്ട്യം നിയമയുദ്ധത്തിന് ശേഷം എത്തിയ പോലീസ് മേധാവിക്കാകാം. ആ DGP ആയി അത് DGP എന്ന ആ സെൻകുമാർ എന്ന വ്യക്തിക്കാകാം. പക്ഷേ DGP ആയി എത്തുമ്പോൾ അദ്ദേഹം മാറണമായിരുന്നു. അല്ലെങ്കിൽ അത്തരത്തിലുള്ള മാറ്റങ്ങളെ അംഗീകരിക്കാതെ DGPയെ വ്യക്തിയും ആ വ്യക്തിയുടെ ഈഗോയുമായി കാണുകയും അവിടെ എതിരായി സർക്കാരിനെ നിർത്തുകയും ചെയ്യുന്ന പ്രതിപക്ഷ രാഷ്ട്രീയം ഓർക്കുക, സർക്കാർ ജനകീയമാണ് എന്ന്. തീർച്ചയായും ശ്രീ ഭാസുരേന്ദ്ര ബാബു, ഇവിടെ ആ രാഷ്ട്രീയം ചർച്ച ചെയ്തതിനു ശേഷം ഈ പ്രതിസന്ധിയെ എങ്ങനെ മറികടക്കും എന്നതിലേക്ക് പോകാം. അതായത് DGP എന്ന വ്യക്തിക്ക് സ്വാഭാവികമായും വ്യക്തിപരമായി ചില ധാർഷ്ട്യങ്ങൾ ഉണ്ടാകാം. ആ ധാർഷ്ട്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ പിന്നീട് DGP ആയി തുടരുമ്പോൾ അദ്ദേഹത്തിന് അത് വെച്ച് പുലർത്താൻ പാടുണ്ടോ എന്നത് മറ്റൊരു വിഷയം. പക്ഷേ അത്തരത്തിലൊരു DGP എന്ന പദവിയുമായി ബന്ധപ്പെട്ട് ഇവിടുത്തെ സർക്കാർ സംവിധാനങ്ങളുടെ ഭാഗമായി കാണുന്നതിന് പകരം അദ്ദേഹത്തിൻ്റെ ഈഗോയെ മാത്രം കണ്ട് മുഴച്ചു നിർത്തുകയും എതിരിൽ സർക്കാരിനെ നിർത്തുകയും ചെയ്യുന്ന ആ മനോനിരീക്ഷണ പ്രക്രിയയല്ലേ പ്രതിപക്ഷം തുടരുന്നത്? അത് രാഷ്ട്രീയത്തിന് ഭൂഷണമാണോ? അല്ല, ശ്രീ സലീം ആദ്യം പറഞ്ഞു പഴയ കാര്യത്തിലേക്ക് പോകുന്നേ ഇല്ല. എന്നിട്ട് പഴയ കാര്യം ആരും പോകാത്ത ഇതിൽ അദ്ദേഹം പോയിക്കൊണ്ടേയില്ല. കാരണം പുതിയൊന്നും അദ്ദേഹത്തിന് പറയാനില്ല. ഇങ്ങനെ ഇദ്ദേഹത്തെ ഇങ്ങനെ എന്താ പറയുക, വല്ലാതെ ബുദ്ധിമുട്ടിച്ച് കളഞ്ഞു. ഒരു റിവ്യൂ പെറ്റീഷൻ സർക്കാരിന് കൊടുക്കാം. ഞാൻ ചോദിക്കട്ടെ, ഈ ജഡ്ജ്മെൻ്റ് എന്നൊക്കെ പറയുന്ന ജഡ്ജ്മെൻറ്റ് സുപ്രീം കോടതി തന്നെ ആയിക്കോട്ടെ, അത് ശരിയാണെന്നതിന് എന്താ ഉറപ്പ്? ശ്രീ കർണൻ്റെയൊക്കെ കാര്യങ്ങൾ വരുന്നുണ്ടല്ലോ, പുതിയ കാര്യങ്ങളിലേക്ക് അത് നീങ്ങും. പരമമായ കോടതിയാണ് സുപ്രീം കോടതി. അവർ അഴിമതി കാണിച്ചാൽ ആര് ചോദിക്കും? അഴിമതി കാണിച്ചിരിക്കുന്നു എന്ന കാര്യം വ്യക്തമായി തെളിഞ്ഞിട്ടുള്ള സംഭവങ്ങളുണ്ട്, സാഹചര്യങ്ങളുണ്ട്. നിങ്ങൾ വക്കീലൂടിയാണല്ലോ സലീം. അത് ഇപ്പം കർണൻ ആദ്യം പറഞ്ഞത് പ്രശാന്ത് ഭൂഷണാണ്. പകുതിയിലധികം ചീഫ് ജസ്റ്റിസുമാർ അഴിമതിക്കാരാണെന്ന് അദ്ദേഹം പറയുകയുണ്ടായി. അദ്ദേഹം ഇപ്പോൾ കണ്ടംപ്റ്റ് ഓഫ് കോർട്ട് കേസ് നടക്കുകയാണ്. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, മേളിൽ ആളില്ലാത്ത ആളുകൾ അന്തിമമായി പറയുന്നതിനകത്ത് തെറ്റുപറ്റിയാൽ എന്ത് ചെയ്യുമെന്ന് പുതിയ രീതിയിൽ ആലോചിക്കേണ്ടി വരുമെന്ന് തന്നെയാണ് കർണൻ ഇഷ്യൂ തെളിയിക്കാൻ പോകുന്നത്. ഈ പരമമായ കോടതിക്ക് വലിയ സാങ്ക്ടിറ്റി ഒന്നും കൽപ്പിക്കേണ്ട കാര്യമില്ല എന്ന് ഞാൻ കരുതുന്നു. വിശ്വാസങ്ങളല്ലല്ലോ, ശരിക്കും യുക്തിയാണല്ലോ നിയമം പാലിക്കേണ്ടത്. ഇവിടെ എന്താ സംഭവം? ഞാൻ ലളിതമായൊരു കാര്യം പറയാം. ഈ പറയുന്ന മഹാൻ ഇനി എത്ര ദിവസം ആ കസേരയിലുണ്ട്? അദ്ദേഹം തന്നെ ഓർക്കേണ്ട കാര്യമാണ് ഞാൻ ഈ പറയുന്നത്. എണ്ണി തിട്ടപ്പെടുത്തിയാൽ അദ്ദേഹത്തിന് 50 ദിവസം കണ്ടുണ്ട്. അതിനകത്ത് തന്നെ ഈ അവധി ദിവസങ്ങൾ മാറ്റിയാൽ കൃത്യം 40 ദിവസം ഇരിക്കാവുന്നൊരു കസേര. വലിയ സമരം ചെയ്ത് നേടിയ കസേരയാണ്. അദ്ദേഹത്തെ സംബന്ധിച്ച് വലിയ കാര്യമായിരിക്കും. കോടതിക്ക് ഈ സർക്കാരിന് അത് വലിയ കാര്യമൊന്നുമല്ല. ഇദ്ദേഹം പോയ വേറൊരാൾ, ഇത്രയല്ലേ ഉള്ളൂ. ഈ 40 ദിവസം ഇരിക്കുന്ന സമയത്ത് ഒരു സർക്കാരിനെ വെല്ലുവിളിച്ചോളൂ, സർക്കാർ അത് നേരിട്ടോളും. ഒരു കോൺഫിഡൻഷ്യൽ അസിസ്റ്റന്റിനെ കളിച്ചിട്ടാണോ? നല്ലൊരു ശത്രുവിനെ തിരഞ്ഞെടുക്കാൻ അറിയില്ലേ? ഒരു കോൺഫിഡൻഷ്യൽ അസിസ്റ്റന്റിനെ 2 തവണ ട്രാൻസ്ഫർ ചെയ്താൽ താൻ മഹാനാകുമെന്ന് വിചാരിക്കുന്നയാളാണ് DGP എങ്കിൽ ആ പദവിയോട് അദ്ദേഹം നീതി പുലർത്തുന്നില്ല. സാർ, പറയാതിരിക്കാൻ നിവൃത്തിയില്ല. നീതി പുലർത്തുന്നില്ല, കഴിവില്ല. അതുകൊണ്ടാണ് ഈ എന്താ പറയുക, ഈ നമ്മുടെ ഇതിനകത്ത് പറയുന്നത് മാതിരി പരാക്രമം സ്ത്രീകളോടല്ലല്ലോ വേണ്ടത് എന്ന കാര്യം പറയാവുന്ന നിസ്സാരമായ ഒരു കാര്യത്തിന് നേരത്തെ പറഞ്ഞില്ലേ പ്രൊസീജിയർ ഉണ്ടെന്ന്. ADGP വഴി തന്നെ റൂട്ട് ചെയ്യണം ഫയലുകൾ. കോടതിയിൽ പോയാൽ ഫയൽ എങ്ങനെ റൂട്ട് ചെയ്തു എന്ന കാര്യം വരില്ലേ? അപ്പം ഇങ്ങനെ ഓടി ആളുകൾ പോകുന്നില്ലല്ലോ കോടതിയിൽ. അപ്പൊ അതിനകത്തൊക്കെ പ്രൊസീജിയർ എന്താ? DGPക്ക് പവറുണ്ട്. എന്താണെന്നറിയാമോ? ADGP പാടില്ല എന്ന് പറഞ്ഞാലും ചെയ്യാനുള്ള അധികാരമുണ്ട്, നീതീകരിക്കപ്പെടാവുന്നതാണെങ്കിൽ. ഞാൻ പറഞ്ഞൊരു ഫയൽ മൂവ്മെന്റ് വേണ്ട, ആ ഫയൽ മൂവ്മെന്റ് സ്വന്തമായി ചെയ്യാം. ചെയ്യുമ്പോൾ പ്രതികാരമാണോ അല്ലയോ എന്ന് ചോദ്യം വന്നാൽ അല്ല എന്ന് സ്ഥാപിക്കേണ്ടി വരും. കൃത്യമായും ഒരു സാധാരണ കോൺഫിഡൻഷ്യൽ അസിസ്റ്റന്റിനെ 2 തവണ ഒന്നിന് പുറകെ ഒന്നായി മാറ്റുന്നതിൻ്റെ പിന്നിൽ യാതൊരു ചേതോവികാരവുമില്ല എന്ന് വിചാരിക്കാൻ മണ്ടന്മാരൊന്നുമല്ല. ഈ സംസ്ഥാനത്തിൻ്റെ സവിശേഷതയാണ് നേരത്തെ പറഞ്ഞ മാതിരി നിയമം കൊണ്ടുവന്നത്. സലീമിനും അറിയാമല്ലോ, ആ നിയമത്തിൻ്റെ സൗകര്യമാണല്ലോ ഈ മഹാൻ ഉപയോഗിച്ചത്. ഞാൻ ചോദിക്കട്ടെ, അതേമാതിരി വളർന്ന ഈ സമുദായത്തിൽ പോലീസുകാർക്ക് സംഘടനയുണ്ട്, മറ്റ് സംസ്ഥാനങ്ങൾ മാതിരിയല്ല. അവകാശബോധത്തെക്കുറിച്ച് സംസാരിക്കാൻ അവർക്കറിയാം. ഒരു DGP വാലിളക്കിയാൽ വാലുണ്ടെങ്കിൽ ഇല്ല എന്ന് ഞാൻ കരുതുന്നു. പേടിക്കുന്നവരൊന്നുമല്ല SI-മാരും ഹെഡ് കോൺസ്റ്റബിൾമാരും ഒക്കെ, അവർക്കൊക്കെ സംഘടനയുണ്ട് സാർ. അങ്ങനെ വരുമ്പം ഈ കേരളത്തിലിരുന്ന്
ഉത്തരേന്ത്യയിൽ ഒരു DGP കളിയൊന്നും ആരും കളിച്ചു കളയരുത്. സർക്കാർ വളരെ വലുതാണ്, അപരിമിതമാണ് സർക്കാരിൻ്റെ സാധ്യതകൾ. ഒരു DGPയുടെ സാധ്യത വളരെ പരിമിതമാണ്. DGPയുടെ അവകാശം ഒരു കസേര, 40 ദിവസം പ്രായമുള്ള, 40 ദിവസം മാത്രം ജീവിക്കാൻ പോകുന്ന കസേരയിൽ ഒതുങ്ങും സാർ. അത് മനസ്സിലാക്കാതെ ഒരു കോൺഫിഡൻഷ്യൽ അസിസ്റ്റന്റിനെ 2 തവണ ട്രാൻസ്ഫർ ചെയ്തപ്പോൾ താൻ വലിയ DGP ആയി എന്ന് കരുതുന്ന ആളിന്റെ നെറ്റിലുണ്ടല്ലോ ശുഷ്കം, പരമശുഷ്കം. തീർച്ചയായും. അതായത് അതിനകത്തുള്ള ശ്രീ ഭാസുരേന്ദ്ര ബാബു പറഞ്ഞതിൻ്റെ യുക്തിയും അതിൻ്റെ പിന്നിൽ നിൽക്കുന്ന ധാർമ്മികമായ പൗര ചോദ്യവും ഇതാണ്. അതായത് പുറ്റിങ്ങലും ജിഷയും കേസും ഒരു സ്റ്റാൻഡായി സർക്കാരിനുണ്ടായിരുന്നു. അത് ശരിയോ തെറ്റോ എന്നുള്ളത് രണ്ടാമത്തെ വിഷയം, അത് രാഷ്ട്രീയക്കാർ പറയട്ടെ അതിൻ്റെ കാര്യം. പക്ഷെ ഞാൻ ചോദിക്കുന്നത് ഇതാണ്, ഇത്തരത്തിലൊരു സ്റ്റാൻഡ് ഉണ്ടായിരുന്നു. ഒരു സ്റ്റാൻഡുമില്ലാതെ എങ്ങനെയാണ് ഒരു വ്യക്തിയെ ഒരു ദിവസം 2 തവണ സ്ഥലം മാറ്റുന്നത്? ഒരു സൂപ്രണ്ടിനെ എങ്ങനെയാണ് ശ്രീ PS സലീം അതിനെ ന്യായീകരിക്കാനാകുന്നത്? എനിക്ക് ഇഷ്ടപ്പെട്ടു എന്ന് പറയാൻ നോക്കൂല, കേരളമാണ്. ഇല്ല, സലീം പറഞ്ഞ ചില കാര്യങ്ങളോട് എനിക്ക് യോജിക്കാതിരിക്കാൻ പറ്റില്ല. വളരെ അപകടകരമായ ഒരു കാര്യമുണ്ട്. ഒരു മിനിറ്റ് ഞാൻ പറഞ്ഞോട്ടെ. വളരെ അപകടകരമായ ഒരു കാര്യം ഇതിലുണ്ട്. TP സെൻകുമാർ, ഞാൻ ആദ്യം പറഞ്ഞല്ലോ, TP സെൻകുമാർ കേരള പോലീസിന്റെ ചീഫാണ്. ഇറ്റ്സ് എ റിയാലിറ്റി, യാഥാർത്ഥ്യമാണ്, നമ്മൾ അംഗീകരിച്ചേ മതിയാവൂ. പഴയ കഥ വന്നതുകൊണ്ട് ഇല്ല 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 ഞാൻ എന്നെ പറയാൻ അനുവദിക്കൂ. ഞാൻ പറയുന്നത് അതിന്റെ പേരിൽ വൈരനിര്യാതന ബുദ്ധിയോടുകൂടി ഒരു മിനിസ്റ്റീരിയൽ സ്റ്റാഫിനെ ട്രാൻസ്ഫർ ചെയ്തത് അതൊരു രാഷ്ട്രീയ ആയുധമാക്കി കേരള പോലീസ് 2 തവണ അസ്വാഭാവികത, അതിനകത്ത് അസ്വാഭാവികത നാച്ചുറൽ അല്ല. ശ്രീ PS സലീം ബീന എന്ന ഒരു സ്ത്രീയെ ഒരു സൂപ്രണ്ടിനെ 2 തവണ ഒരു ദിവസം എങ്ങനെ മാറ്റാനാകുന്നു? ശ്രീ PS സലീം അത് ടച്ച് ചെയ്യാത്തതുണ്ട്. താങ്കൾ പൊതുപ്രവർത്തകനല്ലേ? എന്റെ ഞാൻ വേണമെങ്കിൽ വിവരാവകാശ നിയമപ്രകാരം കേരള പോലീസിലെ ട്രാൻസ്ഫർ ലിസ്റ്റ് എടുത്തു തരാം. ഇതൊക്കെ പോലീസിൽ വളരെ 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 സ്വാഭാവികമാണ്, സാധാരണമാണ്. ഇവിടെ പറഞ്ഞല്ലോ ADGP ടോമിൻ തച്ചങ്കരി ഓർഡർ ഇറക്കിയാലേ ചില കുറക്കം വരികയുള്ളെന്ന്. ഇതൊക്കെ ഒരു ഡെലിഗേറ്റഡ് പവറിലാണ് ADGPമാർ IG-മാർ ഇത് ചെയ്യുന്നത്. അല്ല, ഞാൻ പറയുന്ന കേൾക്കൂ. ഇത് 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 നമുക്ക് ഈ രീതിയിൽ ഈ ചർച്ച മുമ്പോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല. ഒന്ന്. രണ്ടാമത്തെ കാര്യം, ഭാസുരേന്ദ്ര ബാബു എനിക്ക് വളരെ ആദരവുള്ള ഒരാളാണ്. ഇവിടെ TP സെൻകുമാറിന് അനുകൂലമായി ഒരു വിധി ഉണ്ടായെങ്കിൽ ആ വിധി നമുക്ക് ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും നമുക്കൊക്കെ ഇപ്പോൾ വർത്തമാനകാല ഇന്ത്യയുടെ അതീവ സങ്കീർണമായ സാഹചര്യത്തിൽ നമ്മുടെയൊക്കെ മുമ്പിൽ ഒരു ചെറിയ നുറുങ്ങുവെട്ടമായി നിൽക്കുന്നത് നമ്മുടെ രാജ്യത്തിന്റെ ജുഡീഷ്യറിയാണ്. ആ ജുഡീഷ്യറി നൽകുന്ന ഒരു വല്ലാത്ത നീതിയുടെ ഒരു സംരക്ഷണമാണ് ഇന്ന് ജനാധിപത്യ ഇന്ത്യക്കുള്ളത്. ഇത്തരം ചെറിയ കാര്യങ്ങൾക്ക് വേണ്ടി അത് അംഗീകരിച്ചല്ലോ സർക്കാർ. അതുകൊണ്ടാണല്ലോ അദ്ദേഹം DGP ആയി എത്തിയത്. പക്ഷേ ആപ്ലിക്കബിൾ ആയ അതേ സാധനം തൊട്ട് താഴെയുള്ള പോലീസുകാർക്ക് ആപ്ലിക്കബിൾ ആകാത്തത് എന്താണ്? ഒരു ദിവസം 2 പ്രാവശ്യം സ്ഥലം മാറ്റാമോ? അവർക്ക് DGP തൊപ്പിയില്ല എന്നതിന്റെ പേരിൽ അവർക്ക് 2 തവണ സ്ഥലം മാറ്റാമോ ഒരു ദിവസം? അതാണ് യുക്തി, അതാണ് സംശയം. പാർട്ടി ലോക്നാഥ് ബെഹ്റയെ അല്ല അജിംഷാ പ്ലീസ്, TP സെൻകുമാറിനെ മാറ്റി ലോക്നാഥ് ബെഹ്റയെ നിയമിച്ചതിന്റെ അസ്വാഭാവികതയും നിയമലംഘനങ്ങളും ചട്ടലംഘനങ്ങളും ഒന്നും കേരള പോലീസിന്റെ ചീഫിന്റെ ഒരു കോൺഫിഡൻഷ്യൽ അസിസ്റ്റന്റിനെ മാറ്റിയതുമായി ബന്ധപ്പെട്ട് അതൊരു പ്രൊസീജിയറിന്റെ ഭാഗമാണ്. ആ ഓഫീസിന്റെ ഹെഡ്ക്വാർട്ടേഴ്സ് ഓഫീസിന്റെ ഒരു ദൈനംദിന പ്രവർത്തനങ്ങൾക്ക് അനിവാര്യമാണെന്നുള്ള ഉത്തമ ബോധ്യത്തോടുകൂടി ഒരു ബോണഫൈഡ് തീരുമാനമാണ്. അത്തരം തീരുമാനങ്ങളിൽ പഴയ കാര്യങ്ങളിലേക്ക് പോകണ്ട. അങ്ങനെ മറുപടിയായി പറയാനുണ്ട് ശ്രീ PS സലീം. അതൊക്കെ സമയം പോകും. താങ്കൾ ഈ വിഷയത്തിൽ നിന്ന് മാറുകയും ചെയ്യും തീർച്ചയായും. അതായത് ശ്രീ CK ശശീന്ദ്രൻ, അതായത് അങ്ങനെ പോലീസിന് ഒരു അപ്രമാദിത്വമുണ്ട്. അങ്ങനെ ആ നിക്കറിട്ട കാലത്തെ പോലീസിനെ കാണണം. ജനകീയ ഭരണകൂടങ്ങളൊന്നും അവിടെ ഇടപെടേണ്ടതില്ല. ഇവിടെ സർക്കാരിനെ അതിജയിച്ച് വന്ന DGPക്ക് അത്തരത്തിലൊരു രാജകീയ പദവി നൽകുന്നത് കേരളത്തിൻ്റെ പൊതു താല്പര്യത്തിന് യോജിച്ചതാണോ? ഒരിക്കലും അല്ല.
കേരളം നല്ല ജനകീയ പ്രക്ഷോഭങ്ങളുടെ നാടാണ്. ആ ജനകീയ പ്രക്ഷോഭങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഗവൺമെൻറ്റുകൾ മാറി മാറി വന്നതും ഇപ്പോൾ LDF ഗവൺമെൻറ് അധികാരത്തിൽ വന്നതും. സലീം പറഞ്ഞതുപോലെ ക്യാബിനറ്റ് മാറ്റുകയൊന്നും അല്ല ചെയ്തിട്ടിരിക്കുന്നത്. അത് സുപ്രീം കോടതി റദ്ദ് ചെയ്തുകൊണ്ട് ഞാൻ അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. ചീഫ് സെക്രട്ടറി, അഡീഷണൽ ചീഫ് സെക്രട്ടറി, ഹോം, ലോ സെക്രട്ടറി, ഈ കമ്മിറ്റിയുടെ ശുപാർശ കേരളത്തിലെ ഗവൺമെൻറ് അംഗീകരിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. സുപ്രീം കോടതിക്ക് മുകളിൽ വേറൊരു കോടതി ഉണ്ടെങ്കിൽ എന്താ സ്ഥിതി? അവർ സുപ്രീം കോടതിയുടെ വിധി അവസാനത്തായതുകൊണ്ട് നമ്മൾ നടപ്പിലാക്കണം. അത് മുഴുവൻ ശരിയാണെന്ന് വിശ്വസിക്കണമെന്ന് ഒരു നിർബന്ധം ആർക്കുമില്ല. ശരിയാണെന്ന് ഞങ്ങളാരും കരുതുന്നുമില്ല. പക്ഷേ സുപ്രീം കോടതി വിധി നടപ്പിലാക്കാനുള്ള ബാധ്യത നമ്മുടെ നാട്ടിലുണ്ട്. അതുകൊണ്ട് അങ്ങനെയാണെങ്കിൽ ഹൈക്കോടതി വിധി തെറ്റാണ് നമ്മൾ കണ്ട. ഹൈക്കോടതി ഒരു കാര്യം പറഞ്ഞല്ലോ, ഹൈക്കോടതി ന്യായീകരിച്ചല്ലോ. അപ്പോൾ അതൊക്കെ വേറെ വിഷയങ്ങൾ, ഓരോരുത്തരുടെയും വീക്ഷണം ആ കാര്യത്തിലുണ്ട്, നമുക്ക് കാണാൻ വേണ്ടി കഴിയും. മറ്റൊന്ന്, DGPക്ക് ഒരാളെ നിയമിക്കാനുള്ള അധികാരമൊന്നുമില്ല. അത് PSCക്ക് അധികാരമുള്ളൂ. ആ PSCക്ക് ഒരു ഒഴിവാട് ഉണ്ടെങ്കിൽ DGPക്ക് ഒരാളെ വിളിച്ച് അവിടെ നിയമിക്കാൻ കഴിയുമോ? കഴിയില്ല. അവിടെ നാട്ടിൽ PSC സംവിധാനമുണ്ട്. ആ KSR ഉണ്ട്. KSR അനുസരിച്ച് DGP പ്രവർത്തിക്കണം. DGPയുടെ മനോനില അനുസരിച്ച് പ്രവർത്തിക്കാനൊന്നും കേരളത്തിൽ കഴിയില്ല. അങ്ങനെയുണ്ടോ രാജ്യം? ഇതെന്താ ജനാധിപത്യ രാജ്യമല്ലേ? പോലീസ് എങ്ങനെയാ പ്രവർത്തിക്കേണ്ടതെന്ന് പോലീസ്, അവിടെ യൂണിയൻ ഉണ്ട്, അവർക്ക് ആ ജീവനക്കാർക്ക് യൂണിയൻ ഉണ്ട്. ആ യൂണിയൻ ആൾക്കായിട്ട് ചർച്ച ചെയ്തിട്ട് കേരളത്തിലെ ഗവൺമെന്റ് ഒരു നോംസ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ആ നോംസ് ലംഘിക്കാൻ ആരാണ് DGPക്ക് അധികാരം കൊടുത്തിരിക്കുന്നത്? ഞാൻ എല്ലാം ലംഘിക്കാൻ പറ്റുന്ന ഒരാളാണെന്നോ? അതേ നിയമത്തിനെ വലിയ രീതിയിൽ നിയമത്തിന്റെ കാവൽക്കാരൻ എന്നല്ലേ പറയുന്നത്? നിയമത്തിന്റെ കാവൽക്കാരൻ നിയമലംഘനം നടത്താവോ? അതെന്താണ് കാണാൻ കഴിയാതിരിക്കുന്നത്? ഇവിടെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ വളരെ ചെറിയ ഒരു സാധാരണ ഉദ്യോഗസ്ഥരുടെ നേരെയൊന്നുമല്ല പരാക്രമം നടത്തേണ്ടത്. അതൊന്നുമല്ല പ്രതികാര നടപടി സ്വീകരിക്കേണ്ടത്. അതെല്ലാം നാട്ടുകാരും ജനവും അതുപോലെ തന്നെ കാണുക. രാഷ്ട്രീയമായിട്ട് സലീം പിന്നെ അതിനെ അംഗീകരിക്കാൻ ബാധ്യസ്ഥനാണെന്നുള്ളത് കൊണ്ട് ചിലപ്പം അദ്ദേഹത്തിന് വേണ്ടി വാദിക്കേണ്ടി വരും. ആ വാദം തോറ്റുപോകും സലീമെ, നാട്ടിൽ നിൽക്കൂല. സലീം അത് അങ്ങനെ മനസ്സിലാക്കണം. തീർച്ചയായും. ശ്രീ ജോർജ് ജോസഫ്, അങ്ങനെയാണെങ്കിൽ ഈ സർക്കാർ ഈ ട്രാൻസ്ഫറുകൾ റദ്ദാക്കാൻ സർക്കാരിന് അധികാരമില്ലേ? അധികാരമുണ്ട്. പക്ഷെ വേറൊരു കാര്യം, പോലീസിന്റെ ഡിസിപ്ലിന് ഏത് ഗവൺമെന്റ് ആയാലും ആ ഡിസിപ്ലിൻ കളയല്. ഒരു ഗവൺമെന്റിനെ താങ്ങി നിർത്തുന്ന പോലീസ് ഡിസിപ്ലിൻ കൊണ്ടാണ്. മറ്റുള്ള അവിടെ സംഘടനയുണ്ട്, അല്ലെങ്കിൽ മറ്റുള്ള ഡിപ്പാർട്ട്മെന്റിൽ കാണിക്കുന്ന അവിടെയൊക്കെ സമരം, അതിൻ്റെ അകത്ത് എല്ലാ ഓഫീസിനകത്ത് സമരം നടക്കില്ലേ? എല്ലാ ഓഫീസിലും മുദ്രാവാക്യം വിളിച്ച് നടക്കുക. പോലീസിൽ അത് പറ്റുമോ? പോലീസ് സ്റ്റേഷനകത്ത് അങ്ങനെ മുദ്രാവാക്യം വിളിച്ച് നടക്കാൻ പറ്റുമോ? അപ്പോൾ അതിനോട് നമുക്ക് യോജിക്കാൻ പറ്റില്ല. അത് രാഷ്ട്രീയപരമായിട്ട് അവർ പറഞ്ഞോട്ടെ. പക്ഷെ പോലീസിന് ഇന്നും ഒരു ഡിസിപ്ലിൻ ഉണ്ട്. അത് അനുസരിച്ച് വേണം അല്ല നിയമത്തിന്റെ ഇദ്ദേഹം പറഞ്ഞ അതിന് നേരത്തെ ഈ ഓർഡർ സർക്കാർ 2013/2000 ഗവൺമെന്റ് ഓർഡർ ഉണ്ട്. അതിന്റെ നോംസ് പറഞ്ഞിട്ടുണ്ട് 3 വർഷം കഴിഞ്ഞു. ഇത് 10 വർഷം എന്നാണ് ഞാൻ അറിഞ്ഞത്. അതുകൊണ്ടാണ് ഇത് ചർച്ചയ്ക്ക് വിളിച്ചപ്പം അത് അന്വേഷിച്ചത്. 10 വർഷം പോലീസിന്റെ ശക്തി വളരെ മോശമായ ഒരു ട്രെൻഡിലേക്ക് ജനാധിപത്യമായിട്ടൊക്കെ ശരി. പോലീസ് കാരണം പോലീസ് അനുസരിക്കാൻ രാഷ്ട്രീയപരമായ തീരുമാനം ആദ്യം അനുസരിക്കേണ്ട. കാരണം എന്തറിയോ, നിയമമാണ് പോലീസ് പോലീസ് മറ്റുള്ള മാർഗത്തിൽ അതിനകത്ത് വെള്ളം ചേർക്കുന്ന DGP പെരുമാറേണ്ടത് KSR അനുസരിച്ചിട്ട്. ഓർഡർലി സമ്പ്രദായം ഒന്നും ഇപ്പോൾ ഇല്ല. ശ്രീ എ സജീവൻ, എനിക്കൊരു സംശയം. അതായത് ഈ പോലീസിന്റെ അച്ചടക്കത്തെ കുറിച്ച് പറയുന്നു. ഈ പോലീസിന്റെ അച്ചടക്കമൊക്കെ സംസ്ഥാനത്ത് നീതിന്യായ അല്ലെങ്കിൽ നിയമവ്യവസ്ഥയും ക്രമസമാധാനവും ഒക്കെ നിലനിൽക്കാനല്ലേ? ആ ക്രമസമാധാനം നിലനിൽക്കാൻ പോലീസ് നിയമത്തെ ബാധിക്കാതെ എങ്ങനെ മറികടക്കാനാകും? അതിലെ ഒരു വൈരുദ്ധ്യം. പോലീസിന്റെ അച്ചടക്കം വല്ലാതെ പാലിക്കണമെന്ന് പറയുമ്പോൾ ഈ നാട്ടിലെ മുഴുവൻ പേരും ഒരു ഡ്രസ് കോഡ് പോലീസ് കൽപ്പിക്കുകയാണ് ചില അച്ചടക്കത്തിന്റെ ഭാഗമായി. അതാകില്ലല്ലോ. അത്തരത്തിൽ ഒരുപാട് സംശയങ്ങൾ അതുമായി ബന്ധപ്പെട്ടുണ്ട്. അതൊക്കെ പോകട്ടെ. പക്ഷേ ഇത് ഒരു പ്രതിസന്ധിയായി നിലനിൽക്കുന്നില്ലേ? അങ്ങനെയെങ്കിൽ ഡിസിപ്ലിൻ വഴി പോലീസ് ഉദ്ദേശിക്കുന്ന ആ ഉദ്ദേശശുദ്ധിയിലേക്ക് പോലീസിന്റെ ഡിസിപ്ലിൻ വേണമെന്ന് നിശ്ചയിച്ച ഒരു ഉദ്ദേശശുദ്ധി ഉണ്ടല്ലോ, അതിന് ഘടകവിരുദ്ധമാകില്ലേ ഈ പ്രതിസന്ധി സൃഷ്ടിച്ചാൽ? ഇതൊരു പ്രതിസന്ധിയായി രൂപം കൊള്ളില്ലേ? അതെങ്ങനെ പരിഹരിക്കപ്പെടും? പോലീസ് ചെയ്യുന്ന ഏത് തെറ്റിനെയും ഏത് വീഴ്ചയെയും ന്യായീകരിക്കാൻ വേണ്ടി പറയുന്ന ഒരു കാര്യമാണ് പോലീസിന് ഡിസിപ്ലിൻ. പോലീസിന് ഡിസിപ്ലിൻ വേണമെന്നുള്ളതിൽ എനിക്കൊരു സംശയമില്ല. പക്ഷേ പോലീസിൻ്റെ ഡിസിപ്ലിൻ എന്ന് പറയുന്നത് ഏത് കാര്യം ചെയ്താലും അതൊരു തെറ്റുമില്ല. കാരണം പുറ്റിങ്ങൽ സംഭവത്തിൻ്റെ കാര്യത്തിൽ നമുക്കറിയാവുന്ന പുറ്റിങ്ങൽ സംഭവത്തിൽ പോലീസിന് വീഴ്ച പറ്റിയെന്ന് കൃത്യമായിട്ട് അവിടുത്തെ ജില്ലാ മജിസ്ട്രേറ്റ് പറഞ്ഞിട്ട് പോലും, ജില്ലാ കലക്ടർ പറഞ്ഞിട്ട് പോലും ആ വീഴ്ച, ആ റിപ്പോർട്ടുകളെല്ലാം മാറ്റിവെച്ചുകൊണ്ട് പോലീസിനൊരു വീഴ്ചയും സംഭവിച്ചില്ല എന്ന് പറയുന്നു. ആഭ്യന്തര വകുപ്പ് സെക്രട്ടറി തന്നെ അക്കാലത്ത് പോലീസിൻ്റെ വീഴ്ചയെക്കുറിച്ച് റിപ്പോർട്ട് കൊടുത്തു.
അതൊക്കെ പറഞ്ഞ് പോലീസിന് പോലീസിന് പ്രശ്നമാണ്. പോലീസിനെതിരെ നടപടിയെടുത്താൽ അതിൻ്റെ പോലീസിൻ്റെ ഡിസിപ്ലിൻ തകർന്നു പോകും. ഇങ്ങനെ പോലീസിനെതിരെ എന്ത് തെറ്റ് ചെയ്ത് കഴിഞ്ഞാലും നടപടിയെടുക്കാൻ പാടില്ല, അതോ ഡിസിപ്ലിൻ തകർന്നു വീഴുമെന്ന ഈ നിലപാടുണ്ടല്ലോ, അത് നമ്മൾ പണ്ട് കാലത്ത് ബ്രിട്ടീഷുകാരുടെ കാലത്ത് പോലീസാണ് എല്ലാം പോലീസിനെ ഒരു ചട്ടുകമാക്കി വെച്ചുകൊണ്ട് അക്കാലത്തെ ഭരണാധികാരികൾ ചെയ്തിരുന്നു. ഇപ്പോൾ ആ ചട്ടുകം പോലും പാടില്ല. ഭരണാധികാരി ഇടപെടേണ്ട, മുഖ്യമന്ത്രി ഇടപെടേണ്ട, ആഭ്യന്തര വകുപ്പ് മന്ത്രി ഇടപെടേണ്ട, ആഭ്യന്തര വകുപ്പേ ഇടപെടേണ്ട, ഞങ്ങൾ DGPയും തീരുമാനിക്കും എന്നൊരവസ്ഥയിലേക്ക്, അല്ലെങ്കിൽ മറ്റ് പോലീസുകാർ DGPക്ക് ഇഷ്ടപ്പെട്ട പോലീസുകാർ തീരുമാനിക്കും, ബാക്കിയുള്ള ആളുകളൊക്കെ അനുസരിച്ച് കൊള്ളണം. പോലീസിലെ മിനിസ്റ്റീരിയൽ സ്റ്റാഫിന് ഒരു തരത്തിലും അവകാശങ്ങൾ പാടില്ല, അവർ അനുസരിക്കാൻ മാത്രം ബാധ്യസ്ഥരാണ്. ഡിസിപ്ലിൻ ഒരു വലിയ ഘടകമാണ്. ഈ ഡിസിപ്ലിൻ എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ പോലീസിനെ വല്ലാതെ ന്യായീകരിക്കും. പോലീസിന് ഡിസിപ്ലിൻ അത്യാവശ്യമാണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. പക്ഷേ പോലീസിൻ്റെ ഇത്തരം വീഴ്ചകളെ നമ്മൾ ന്യായീകരിക്കാനാണ് ശ്രമിക്കുന്നത്. നമുക്കറിയാമല്ലോ, രാജൻ കേസ് ഉണ്ടായിട്ട്, രാജനെ ഉരുട്ടിക്കൊന്ന കേസ് സംഭവം ഉണ്ടായിട്ട് പോലും അപ്പോഴും പറഞ്ഞാണ് ഡിസിപ്ലിൻ തകരാറാവുന്നു. പോലീസ് ചെയ്യുന്ന ഏതൊരു കാര്യത്തെയും ഡിസിപ്ലിൻ്റെ പേര് വെച്ചുകൊണ്ട് നമ്മൾ ന്യായീകരിക്കുകയാണ്. അത് പോലീസിനെ കൂടുതൽ തെറ്റ് ചെയ്യാനുള്ള ഒരു അവസരം കൊടുക്കുകയും പോലീസിന് എന്തുമാകാം എന്ന രീതിയിൽ പോലീസ് രാജ് ഇവിടെ ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യും. അതല്ല വേണ്ടത്. പോലീസ് ജനകീയമാവണം. ഇപ്പം നമ്മൾ പറയുന്നുണ്ടല്ലോ, പല സ്ഥലങ്ങളും മാതൃകാ പോലീസ് സ്റ്റേഷൻ, ജനകീയ പോലീസ് എന്നൊക്കെ പറയുന്നുണ്ടല്ലോ. അതൊക്കെ എന്തിനു വേണ്ടിയിട്ടാണ്? ജനങ്ങളുമായിട്ട് എടുക്കുക, ഡിസിപ്ലിൻ വെച്ച് മീശ വിരിച്ചുകൊണ്ട്. അതാണ് ശ്രീ പി എസ് എലും അതാണ്. അതായത് കുളിപ്പിച്ച് കുഞ്ഞിനെ കൊല്ലുകയല്ല വേണ്ടത്. ഈ ഡിസിപ്ലിൻ ഒക്കെ പൊതുസമാധാനം നിലനിർത്താൻ കൂടിയാണ്. ആ പൊതുസമാധാനം നിലനിർത്തുന്ന സംവിധാനത്തിന്റെ കടക്കൽ കത്തിവെച്ചിട്ട് എന്ത് ഡിസിപ്ലിൻ? തീർച്ചയായും ഇത് പോലീസിന്റെ ആസ്ഥാനത്തുണ്ടായ DGPയിൽ നിന്നുണ്ടായ ഇത് ഒരു പ്രതിസന്ധിയാണോ? അങ്ങനെയാണെങ്കിൽ അത് ഭരണപരമായി സർക്കാർ എങ്ങനെ പരിഹരിക്കുമെന്ന ഒറ്റ ചോദ്യത്തിലേക്ക് മാത്രം ഇനി എത്താം. തീർച്ചയായും നമുക്ക് ഇനി എല്ലാവർക്കും 20 സെക്കൻഡ് മാത്രമേ നൽകാനാകൂ എന്ന പരിമിതിയോടുകൂടി ശ്രീ ജോർജ് ജോസഫ്, ഇത് ഇപ്പോൾ DGP നടത്തിയിരിക്കുന്ന ഈ ചെയ്തികൾ നാടിൻ്റെ സുഗമമായ നടത്തിപ്പിന് പ്രതിസന്ധിയല്ലേ? ഭരണത്തിന് പ്രതിസന്ധിയല്ലേ? ഇല്ല, അത് നമ്മൾ അത്ര സീരിയസ് ആയിട്ട് എടുക്കേണ്ട ഒരു കാര്യമല്ല. ഗവൺമെൻറ് കാരണം അദ്ദേഹത്തിന് PHK അദ്ദേഹത്തിൻ്റെ ഓഫീസിൽ അദ്ദേഹത്തിന് വിശ്വാസമില്ലാത്ത ഒരാളെ മാറ്റുന്നതിന് തെറ്റില്ല. പല കാര്യങ്ങളിൽ ഇല്ല, അതല്ല ആ ഒരു കാര്യം പോലീസും രണ്ടായി നിൽക്കില്ല. ഇല്ല, അതുകൊണ്ട് അങ്ങനെ അത് കാണണ്ട. സംഘർഷം പ്രതിസന്ധിയാവില്ലേ? അതൊന്നും പ്രതിസന്ധി വരത്തില്ല. കാരണം അദ്ദേഹം അങ്ങനെയായിരുന്നെങ്കിൽ നളിനെറ്റയ്ക്കെതിരായിട്ട് കോട്ട ലക്ഷ്യത്തിന് തന്നെ പോകണമെന്ന് പിടിച്ചിരുന്നെങ്കിൽ അത് ചിലപ്പോൾ അവർ എന്ത് മാപ്പ് പറഞ്ഞാലും ചിലപ്പോൾ കോടതി അത് സുപ്രീം കോടതി സമ്മതിച്ചു അദ്ദേഹം വിട്ടുവീഴ്ച അതൊക്കെ മാറി. അല്ല ഞാൻ പറഞ്ഞ അങ്ങനെ അതൊരു വൈരാഗ്യ ബുദ്ധിയോടെ കാണും. ഇതിനെ ഒരു പ്രതിസന്ധിയായി താങ്കൾ കാണുന്നുണ്ടോ? ഇങ്ങനെ ഒരേ തട്ടിലിരിക്കേണ്ടവർ ഇത്തരത്തിലായാൽ ആ പ്രതിസന്ധി ഉണ്ടാകുമോ? ആ പ്രതിസന്ധി ഉണ്ടായാൽ താങ്കൾ ഏത് പക്ഷത്ത് അത് പരിഹരിക്കാൻ? ശ്രീ PS സലിം 20 സെക്കൻഡ് പ്ലീസ്. അല്ല അജിംഷാദ്, ഇങ്ങനെ ഒരു പ്രതിസന്ധി ഉണ്ടാക്കുന്നത് ആരാണെന്നുള്ളതാണ് ഏറ്റവും പ്രസക്തമായ ചോദ്യം. ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ, ഒരു DGP അദ്ദേഹത്തിന്റെ ഓഫീസിലെ കോൺഫിഡൻഷ്യൽ അസിസ്റ്റന്റിനെ മാറ്റുക എന്നുള്ള വളരെ ഈ സമീപനം ആ വാർത്താ സമ്മേളനത്തിൽ തുടങ്ങിയ സമീപനമാണ്, കാണിച്ചു തരാമെന്ന് പറഞ്ഞ സമീപനമാണ് ഇവിടെയും തുടർന്നത്. ഇനി അങ്ങോട്ട് ഈ സമീപനവുമായി തുടർന്നാൽ എന്നുള്ള വിഷയത്തിലാണ് ഇപ്പോൾ തന്നെ ഇതൊരു പ്രതിസന്ധിയുടെ എല്ലാ മണവും അടിച്ചിരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം പറയാം. അജിംഷാദ്, ഒരു കാര്യം ഞാൻ പറയാം. TP സെൻകുമാറിനെ കുറിച്ച് ഇവിടെ ആദ്യം മുതൽ ഇവിടെ ബാസുരേന്ദ്ര ബാബു മുതൽ ഇവിടെ വലിയ വിമർശനം. ഞാൻ ഒരു പോലീസ് ഉദ്യോഗസ്ഥനെ ഡിഫെൻഡ് ചെയ്യണ്ട എന്ന് ബോധപൂർവം തീരുമാനിച്ചാണ്. പക്ഷേ ഫോർ യുവർ ഇൻഫർമേഷൻ എനിക്ക് പറയേണ്ടി വരുന്നു, കേരളം കണ്ട ഏറ്റവും മികച്ച ഇന്റഗ്രിറ്റി ഉള്ള, സ്റ്റേറ്റിനോട് കമ്മിറ്റ്മെന്റ് ഉള്ള ഒരു പോലീസ് ഓഫീസറാണ് TP സെൻകുമാർ. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം പറഞ്ഞത് ഞാൻ നടപ്പിലാക്കാൻ പോകുന്ന ഗവൺമെന്റ് നയമാണെന്ന്. ആ പോലീസ് ഉദ്യോഗസ്ഥനെ ഒരു പ്രതിസന്ധിയിലേക്ക് ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ പത്മവ്യൂഹത്തിൽ തളയ്ക്കാനുള്ള ഈ ശ്രമമാണ് ഈ പ്രതിസന്ധിയുടെ ആരംഭം. അത് തുടങ്ങി വെച്ചവർ അദ്ദേഹത്തെ താങ്കൾ വ്യക്തിയായി കാണുകയും ആ ഈഗോയെ സർക്കാരിനെതിരെ നിർത്തുകയും ചെയ്യുന്ന സമരമാണ് താങ്കൾ നടത്തുന്നത്. അത് താങ്കൾ പറയുന്ന മൊത്തം ഉദ്ദേശിച്ചുണ്ട്. TP സെൻകുമാർ ഈഗോ ഇല്ല. ശരി, പോലീസുകാരുടെ ഈ മിശിക അദ്ദേഹം പറഞ്ഞ വാക്കുകളാണെങ്കിൽ കുറിച്ച് ഈ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങളെ കുറിച്ച് എങ്ങനെയാണ് രാഷ്ട്രീയ പരിഹാരം കാണുക എന്ന് താങ്കൾക്കും ഉണ്ടാകുമല്ലോ നിരീക്ഷിക്കാൻ. ശ്രീ ബാസുരേന്ദ്ര ബാബു. അല്ല, അതിനകത്ത് ഞാനത് വിട്ടുകളയാണ്. കാര്യം
ഞാൻ നേരത്തെ സലീം ആദ്യത്തെ പൊസിഷനിൽ തന്നെ നിൽക്കുകയാണ്. അതാണ് കാര്യം സലീമിനെ സംബന്ധിച്ച് അദ്ദേഹത്തെ ഡിഫെൻഡ് ചെയ്യണമെങ്കിൽ അദ്ദേഹം കോടതിയിൽ പോയി തിരിച്ച് DGP ആയി വന്നിരിക്കുന്നു. അത് കഴിഞ്ഞുള്ള ചെയ്തികളെക്കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. സലീം ഇപ്പോഴും അവിടെ കിടക്കുകയാണ്. അപ്പോൾ പുള്ളി അവിടെ തന്നെ നിൽക്കട്ടെ, കാര്യമൊന്നുമില്ല. മറിച്ച് ഇവിടെ നമുക്ക് നോക്കുക, ഇവിടെ അദ്ദേഹത്തിന് ഡിഫൻസ് അത് തന്നെയാണ്, കുഴപ്പമില്ല. ഞാൻ പറയുന്നത് ഒരു DGP, ഏത് DGP ആയാലും ഒരു സ്റ്റേറ്റ് സർവീസിൽ ഒരു DGP അപ്രമാദിത്വമൊന്നും കാണിച്ച് സർവീസിനെ മെച്ചപ്പെടുത്തുമെന്ന് ഞാൻ കരുതുന്ന ആളല്ല. സ്റ്റേറ്റ് ഇറ്റ് സെൽഫ് ഈസ് ബിഗർ ദാൻ എനി DGP. അത് പോട്ടെ, ഇവിടെ ഈ DGP ചെയ്ത് നേരത്തെ നമ്മുടെ മുൻ പോലീസ് ഓഫീസർ പറഞ്ഞതുപോലെയാണെങ്കിൽ ഒരാളെ കോൺഫിഡൻഷ്യൽ സെക്ഷനിലെ സൂപ്രണ്ട്, ചെറിയൊരു പോസ്റ്റാണത്, അവരെ മാറ്റി. അവർ അന്നത്തെ ദിവസം രണ്ടാമതും മാറ്റുന്നു. വെച്ചാല് ഒരടി പോരാ, കാണിച്ചതിന് ഒരടി പോരാ, 2 അടി കൊടുക്കാം. ഇന്ററപ്റ്റ് ചെയ്യല്ല. എന്നിട്ട് കൊണ്ടുവന്ന ആൾ മുൻ DGP പകർപ്പ് നൽകിയത് കൃത്യമായ ഒരു മെസ്സേജാണ്. ആ മെസ്സേജ് നൽകുന്നത് ഒരു അല്പത്വമാണെന്ന് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. ഒരു 40 ദിവസത്തിനകത്ത് അത്ര ഒരു മെസ്സേജ് നൽകി ഒരു സൂപ്രണ്ടിന്റെ മുന്നിലാണോ ഒരാൾ DGP കളിക്കേണ്ടത്? അപ്പൊ ആ നിലയ്ക്ക് അത് ഒഴിവാക്കി മര്യാദ പുലർത്തേണ്ട ഒരു അവസ്ഥയായിരുന്നു അദ്ദേഹത്തിന് ഉണ്ടായിരുന്നത്. ലഭിച്ച ഒരു അവസരം വീണ്ടും അദ്ദേഹം തീർച്ചയായും എന്താ പറയാ പാഴാക്കുന്നു എന്നാണ്. തീർച്ചയായും ശ്രീ CK ശശീന്ദ്രൻ, അവസാനമായി, അതായത് ഒരു ജനകീയ ഭരണകൂടത്തിന് ഈ ഒരു ഉദ്യോഗസ്ഥ വൃന്ദത്തിന്റെ മേൽ ജനാധിപത്യ മൂല്യങ്ങളിൽ എപ്പോഴും അളന്നു തൂക്കിയുള്ള മുൻതൂക്കമുണ്ട് എന്ന് ശ്രീ സുരേന്ദ്രൻ ബാബു പറഞ്ഞു. ആ മുൻതൂക്കം ബോധ്യമാക്കാൻ ജനകീയ ഭരണകൂടം ഇടപെടുമോ? അതെങ്ങനെയാകും പ്രശ്നപരിഹാരത്തിലേക്ക് എത്തുക? കേരളത്തിലെ ഗവൺമെന്റിന് പോലീസുകാരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതോടൊപ്പം തന്നെ ജീവനക്കാരുടെയും താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ ബാധ്യതയുണ്ട്. ആ ബാധ്യത തീർച്ചയായിട്ടും ഒരു ജനകീയ ഗവൺമെൻറ് പാലിക്കുമെന്ന കാര്യത്തിലൂടെ ആർക്കും സംശയം ഉണ്ടാവേണ്ട കാര്യമൊന്നുമില്ല. DGP ഒറ്റയ്ക്കൊരു കാര്യം ചെയ്യുകയല്ല വേണ്ടത്. അദ്ദേഹം പ്രമാണിയായി ഒരാളെപ്പോലെ ഏകാധിപതിയെ പോലെ അല്ല പെരുമാറേണ്ടത്. അങ്ങനെ അനുസരിപ്പിക്കുമോ സർക്കാർ കൃത്യമായി? സർക്കാരിൻ്റെ നയം ജനാധിപത്യപരമായ സമീപനമാണ് സർക്കാരിനുള്ളത്. നമുക്ക് എത്ര അനുഭവങ്ങളുണ്ട്. മരിച്ചുപോയെങ്കിലും ജയലളിത മുഖ്യമന്ത്രിയായിരുന്ന സന്ദർഭത്തിൽ സമരം ചെയ്ത മുഴുവൻ ആൾക്കാരെയും പിരിച്ചുവിട്ടില്ലേ? ആരാ തിരിച്ചെടുപ്പിച്ചത്? ഒരു പുതിയ ഭരണമാറ്റം ഉണ്ടായപ്പോഴാണ് തിരിച്ചെടുക്കാൻ വേണ്ടി കഴിഞ്ഞത്. എല്ലാവരും തിരിച്ചെടുത്തു. അതൊന്നും നടക്കാൻ വേണ്ടി പോകുന്നില്ല. DGP ജനകീയമായിട്ട് പെരുമാറണം. പ്രത്യേകിച്ച് കേരളത്തിൽ ജനമൈത്രി പോലീസൊക്കെ പ്രവർത്തിക്കുന്ന ഒരു കാലമാണ് കേരളം. ആ കേരളത്തിൽ പോലീസിനെയും അങ്ങനെയാണ് ശീലിക്കേണ്ടത്. ഒരു കുമാരി ബീനയെ എന്ന് പറയുന്നവരെ 2 പ്രാവശ്യം, എന്തിനാ 2 പ്രാവശ്യം മാറ്റിയിരിക്കുന്നത്? എന്നിട്ട് ആരെയാ കൊണ്ടുവന്നിരിക്കുന്നത്? നിയമവിരുദ്ധമായി പ്രവർത്തനം നടത്തിയ ഒരാളെ. അപ്പോൾ DGP ആരോ കൂടിയാണ് നിയമവിരുദ്ധമായി പ്രവർത്തനം. തീർച്ചയായും പോലീസ് ഒരു കാര്യം സമയപരിമിതി കൊണ്ടാണ് ദയവായി ഇടപെടുന്നത്, ക്ഷമിക്കുക. നിക്കറ് മാറ്റി പാൻറ്റാക്കാൻ സമരം ചെയ്തവരാണ് പോലീസുകാരും. അങ്ങനെയുള്ള ഒരു നാടാണിത്. ഇവിടെ വലിയ വിളച്ചിലൊന്നും വേണ്ട. ജനാധിപത്യത്തിന്റെ ഏത് മൂലയിൽ വെച്ചളന്നാലും ജനകീയ ഭരണകൂടങ്ങൾക്കും അതിൻ്റെ പ്രതിനിധികൾക്കും തന്നെയാണ് മുൻതൂക്കം. അത് ഓർത്തിരുന്നാൽ എല്ലാവർക്കും നന്ദി. ഒപ്പം ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവർക്കും